നമസ്കാരം. പടക്കളത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. കേരളത്തിൻ്റെ 20 ലോക്സഭാ മണ്ഡലങ്ങളിലൂടെയും തെരഞ്ഞെടുപ്പിൻ്റെ ആവേശം, വിവിധ വിഷയങ്ങൾ ഇത് ചർച്ച ചെയ്താണ് പടക്കളം, കൈരളി ന്യൂസിൻ്റെ പടക്കളം മുന്നോട്ട് പോകുന്നത്. ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൻ്റെ മണ്ണിലാണ്, പൂജപ്പുരയിലാണ് ഇന്നത്തെ പടക്കളം. എല്ലാ പ്രിയ പ്രേക്ഷകരെയും പടക്കളത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ഈ പടക്കളത്തിൽ പങ്കെടുക്കുന്ന നേതാക്കളെ നമ്മൾക്ക് ആദ്യം പരിചയപ്പെടാം. ശ്രീ അരുൺ KS CPI LDF, അഡ്വക്കേറ്റ് JS അഖിൽ കോൺഗ്രസ് UDF, BL അജേഷ് BJP NDA. ആദ്യം അഖിലിൽ നിന്ന് തുടങ്ങാം. സിറ്റിംഗ് സീറ്റ് നിങ്ങൾക്കാണല്ലോ. പക്ഷേ ദീർഘകാലമായി മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്നതിൻ്റെ ഒരു മടുപ്പ് ശശി തരൂരിനോട് വോട്ടർമാർക്കിടയിൽ ഉണ്ടോ? ഒന്ന്. രണ്ട്, അപ്പുറത്ത് കേന്ദ്രമന്ത്രി വന്നതിൻ്റെതായിട്ടുള്ള പ്രചാരണത്തിലെ വലിയൊരു ഒരു തിളക്കം കാണാനുണ്ട്. ഇപ്പുറത്താകട്ടെ പന്നിൻ രവീന്ദ്രനെ പോലെ രാഷ്ട്രീയത്തിന് അതീതമായി എല്ലാവരും സ്നേഹിക്കുന്ന ഒരു സ്ഥാനാർത്ഥിയെ LDF ഫീൽഡ് ചെയ്യുന്നു. ഇതിനിടയിൽ ശശി തരൂരും നിങ്ങളും എങ്ങനെ തിരുവനന്തപുരത്ത് ഇക്കുറി? ഞങ്ങൾക്ക് അത്തരത്തിലുള്ളൊരു തിളക്കം കൈരളിക്ക് കാണുന്നത് പോലൊരു തിളക്കം എന്തായാലും ഞങ്ങൾക്ക് ഈ കേന്ദ്രമന്ത്രിയുടെ വരവോടുകൂടി കാണുന്നില്ല. എന്തായാലും ശശി തരൂർ എന്ന് പറഞ്ഞ വ്യക്തിയെ, തിളക്കം ഞാൻ പറഞ്ഞ പ്രചരണത്തിലാണ്, അതല്ല, ശശി തരൂർ എന്ന് പറയുന്ന ആ താരത്തിളക്കം തന്നെയാണ് നമ്മുടെ വിജയമായി ഞങ്ങൾ കാണുന്നത്. കാരണം കഴിഞ്ഞ 15 വർഷക്കാലം തിരുവനന്തപുരത്തിനെ പ്രതിനിധീകരിച്ച ശശി തരൂർ, അദ്ദേഹം വളരെ കൃത്യമായി തന്നെ ഈ നാടിനു വേണ്ടി നടത്തിയ വികസനങ്ങളും അദ്ദേഹത്തിൻ്റെ കഴിവും പ്രാപ്തിയും ഈ കഴിഞ്ഞ 15 വർഷക്കാലം പാർലമെൻറ്റിൽ അദ്ദേഹം നടത്തിയ പ്രസംഗങ്ങളും ഈ തിരുവനന്തപുരത്തിന് വേണ്ടി വാദിച്ച അദ്ദേഹത്തിൻ്റെ കഴിവും അത് തന്നെയാണ് ഞങ്ങൾ ജനങ്ങൾക്ക് മുന്നിൽ അണിനിരത്തിയിരിക്കുന്നത്. എന്തായാലും പരിപൂർണമായ ശുഭാപ്തി വിശ്വാസത്തോടുകൂടി തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിനെ ഞങ്ങൾ നേടുന്നത്. ഈ പറയുന്ന തിരഞ്ഞെടുപ്പിൽ വിജയവും നമുക്ക് തന്നെയായിരിക്കും, ആദ്യം എത്തുന്നതും ഞങ്ങൾ തന്നെയായിരിക്കും. അജേഷ്, BJPയെ സംബന്ധിച്ച്, NDA സംബന്ധിച്ച് നിങ്ങൾ ഏത് കേന്ദ്രമന്ത്രിയെ കൊണ്ട് മത്സരിപ്പിച്ചാലും ഇത് കേരളമാണ്, കേരളം BJPക്ക് വോട്ട് ചെയ്താലേ നിങ്ങൾക്ക് അക്കൗണ്ട് ലോക്സഭയിലേക്ക് തുറക്കാനാകൂ. പ്രത്യേകിച്ച് ഈ തെരഞ്ഞെടുപ്പിൽ മോദി സർക്കാർ ഏറ്റവും അധികം വിമർശിക്കപ്പെടുന്ന രാജ്യത്തെ ഒന്നാമത്തെ സ്ഥലം ഏത് എന്ന് ചോദിച്ചാൽ അതിൻ്റെ പേര് കേരളം എന്നാണ്. ആ മണ്ണിൽ ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖർ എന്ന കേന്ദ്രമന്ത്രി വന്ന് മത്സരിച്ചാലും എങ്ങനെയാണ് നിങ്ങൾക്ക് തിരുവനന്തപുരത്ത് നിങ്ങൾക്ക് സീറ്റ് ഉറപ്പിക്കാനാവുക അല്ലെങ്കിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനാവുക എന്ന് പ്രതീക്ഷിക്കാൻ കഴിയുന്നത് ഇന്നത്തെ സാഹചര്യത്തിൽ? രാജീവ് ചന്ദ്രശേഖർ എന്ന് പറയുന്ന സ്ഥാനാർത്ഥി തിരുവനന്തപുരത്ത് BJP സ്ഥാനാർത്ഥിയെ വന്നതോടുകൂടി BJPക്ക് കഴിഞ്ഞ കാലങ്ങളിൽ ലഭിക്കാതെ പോയ വോട്ടുകൾ പോലും BJPക്ക് സമാഹരിക്കാൻ കഴിയുന്ന ഒരു തലത്തിലേക്ക് സ്ഥാനാർത്ഥി മികവ് കൊണ്ട് ഞങ്ങൾ എന്തായാലും 1ാം സ്ഥാനത്ത് എത്തിയിരിക്കുകയാണ്. നമുക്ക് 2014 ശേഷം കഴിഞ്ഞ 10 വർഷക്കാലമായി, അതായത് അജേഷ് പറയുന്നത് ശശി തരൂരിനും പന്നിൻ രവീന്ദ്രനും മുകളിൽ രാജീവ് ചന്ദ്രശേഖറാണ് എന്നാണോ തിരുവനന്തപുരത്തെ വോട്ടർമാരുടെ മനസ്സിൽ? നിലവിലെ അവസ്ഥയിൽ അത് തന്നെയാണ് തിരുവനന്തപുരം. അതിലൊരു സംശയമുണ്ട്, നിലവിൽ എന്നൊക്കെ ഒരു ക്ലോസ് ഇട്ട് പറയുന്നു. അല്ല, നിലവിലെന്ന് പറഞ്ഞാൽ ഇന്ന് വരെയുള്ള രാഷ്ട്രീയമാണല്ലോ. രാഷ്ട്രീയം എന്ന് പറയുന്നത് ഓരോ ദിവസവും മാറി മാറി വരുന്നതാണല്ലോ. മാറുമോ? അല്ല, രാഷ്ട്രീയത്തിന്റെ ചർച്ചകൾ ഓരോ ദിവസവും മാറി മാറി വരാറുണ്ട്. ഞങ്ങളുടെ വിലയിരുത്തലിൽ രാജീവ് ചന്ദ്രശേഖർ എന്ന സ്ഥാനാർത്ഥി തിരുവനന്തപുരത്ത് എത്തിയോടുകൂടി BJPക്ക് ജയിക്കാൻ കഴിയുന്ന ഒരു പാർലമെന്റ് മണ്ഡലം, ഉറച്ച പാർലമെന്റ് മണ്ഡലമായി തിരുവനന്തപുരം മാറി. ഇത് കേരള രാഷ്ട്രീയത്തിൽ, BJPയുടെ കേരള രാഷ്ട്രീയത്തിൽ നിങ്ങൾ ഏറ്റവും അധികം ആരാധനയോടെ കാണുന്ന ആളുകളൊക്കെയാണ് ഇവിടെ മത്സരിച്ച് തോറ്റിട്ടുള്ളത്. ആ പാരമ്പര്യത്തിലോ പാതയിലോ വരുന്ന ആളല്ലല്ലോ ഇപ്പോഴത്തെ സ്ഥാനാർത്ഥി. അദ്ദേഹത്തിൻ്റെ ഒരു ഇതായി പറയാവുന്നത് കേന്ദ്രമന്ത്രിയായി വന്ന് മത്സരിക്കുന്നു എന്ന നിലയിലല്ലേ കാണാനാവൂ? അല്ല, സ്ഥാനാർത്ഥി O രാജഗോപാൽ, അതെ, ഇദ്ദേഹം പറയുന്നത് ഞങ്ങൾക്ക് 2019 BJPക്ക് തിരുവനന്തപുരം പാർലമെന്റ് നഷ്ടപ്പെട്ടത് കേവലം 14,000 വോട്ടിനാണ്. ഒരു പാർലമെന്റ് മണ്ഡലം 14,000 വോട്ടിന് പരാജയപ്പെടുമ്പോൾ ആ പരാജയം എന്തുമാത്രം ചെറുതാണ് എന്ന് നമുക്ക് വിലയിരുത്താവുന്നതേ ഉള്ളൂ. തിരുവനന്തപുരത്തെ സംബന്ധിച്ചിടത്തോളം ഒരു വിശ്വപൗരൻ എന്ന് പറഞ്ഞ് ശശി തരൂർ കഴിഞ്ഞ 15 വർഷക്കാലമായി തിരുവനന്തപുരം നിവാസികളെ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. തിരുവനന്തപുരത്തെ നിവാസികൾ വളരെ വലിയ വികസനങ്ങൾ തിരുവനന്തപുരത്ത് നടക്കുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട്, ഇവിടെ രാഷ്ട്രീയത്തിന് അതീതമായ വോട്ടുണ്ട്. കഴിഞ്ഞ 10 വർഷത്തെ നരേന്ദ്രമോദി ഗവൺമെൻറ്റിൻ്റെ ക്ഷേമ പ്രവർത്തനങ്ങൾ, അതോടൊപ്പം തന്നെ വികസന പ്രവർത്തനങ്ങൾ, ഇതെല്ലാം തന്നെ ഞങ്ങൾ ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുകയാണ്. ഇതെല്ലാം തന്നെ വോട്ടായി വന്നാൽ BJPക്ക് ഈ തിരുവനന്തപുരത്ത് 100% വിജയം കൈവരിക്കാൻ കഴിയും എന്നുള്ളതാണ് ഞങ്ങളുടെ വിശ്വാസം. അരുൺ, പതിവ് പോലെ കോൺഗ്രസ് വിശ്വപൗരനായ ശശി തരൂരിനെയാണ് അവതരിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നത്. അത് തിരുവനന്തപുരം ദീർഘനാളായി കേട്ടുകൊണ്ട്, അതുകൊണ്ടാണ് ഞാൻ അതിലൊരു മടുപ്പ് യഥാർത്ഥത്തിൽ വോട്ടർമാർക്കിടയിൽ ഉണ്ടോ എന്നൊരു ചോദ്യത്തിൽ ഞാൻ അഖിലിനോട് അങ്ങനെ ചോദിച്ചു വെച്ചത്. അപ്പുറത്ത്
മോദി സർക്കാരിൻ്റെ മികവിനും വികസനത്തിനുമാണ്. ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖർ എന്ന കേന്ദ്രമന്ത്രിക്ക് വ്യക്തിപരമായി ഏതെങ്കിലും തരത്തിലുള്ള ബന്ധങ്ങളുള്ള മണ്ഡലമാണോ തിരുവനന്തപുരം എന്നെനിക്ക് സംശയമുണ്ട്. പക്ഷേ അദ്ദേഹം പറഞ്ഞതിൽ, അജേഷ് പറഞ്ഞതിലുള്ളത് മോദി സർക്കാരും അവരുടെ വികസനവും മോദി ഗ്യാരണ്ടിയും അത് പ്രതിനിധീകരിക്കുന്ന ഒരു കേന്ദ്രമന്ത്രി എന്ന നിലയിൽ മുൻപുണ്ടായിരുന്നതിനപ്പുറത്തുള്ളൊരു പ്രതീക്ഷ അവർക്കുണ്ട് എന്ന് പറയുന്നു. LDFിൻ്റെ ഭാഗത്തേക്ക് വന്നാൽ പന്ന്യൻ രവീന്ദ്രൻ എന്ന സ്ഥാനാർത്ഥി കക്ഷിരാഷ്ട്രീയത്തിന് അതീതമായി ലോകമെമ്പാടുമുള്ള മലയാളികൾ സ്നേഹിക്കുന്ന, ബഹുമാനിക്കുന്ന കമ്മ്യൂണിസ്റ്റുകാരനാണ്, കമ്മ്യൂണിസ്റ്റ് നേതാവാണ് പന്ന്യൻ രവീന്ദ്രൻ. പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ ഇടതുമുന്നണിക്ക് ഒരു 3-ാം സ്ഥാനത്ത് നിന്ന് 1-ാം സ്ഥാനത്തേക്ക് ഈ മണ്ഡലത്തിൽ എത്താൻ കഴിയും വിധം അന്തരീക്ഷം തിരുവനന്തപുരത്തും മാറിയിട്ടുണ്ടോ? നിങ്ങളുടെ ചിന്തയിൽ, നിങ്ങളുടെ പ്രതീക്ഷയിൽ തിരുവനന്തപുരം എത്രമാത്രം? തീർച്ചയായും അന്തരീക്ഷത്തിൽ വലിയ മാറ്റം ഉണ്ടായിട്ടുണ്ടെന്നുള്ളതിൽ ഈ തെരഞ്ഞെടുപ്പിൻ്റെ പ്രചാരണ പ്രവർത്തനങ്ങൾ ശ്രദ്ധിക്കുന്ന ആർക്കും സംശയം ഉണ്ടാവുമെന്ന് ഞാൻ കരുതുന്നില്ല. അങ്ങ് തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ ഒരു തിളക്കമുണ്ട് എന്ന വാദം ഒരർത്ഥത്തിൽ ശരിയാണ്. അത് പണത്തിൻ്റെ തിളക്കമാണ്. കേന്ദ്രമന്ത്രി വന്നതിന് ശേഷം ഈ മണ്ഡലത്തിൽ കാണുന്നത് ഒരു പണത്തിൻ്റെ തിളക്കമാണ്. പക്ഷേ ആ പണത്തിൻ്റെ തിളക്കമൊന്നും ഈ പാർലമെൻറ്റ് മണ്ഡലത്തിൽ വിലപ്പോകുന്നില്ല എന്നത് പല കാലങ്ങളിലായി നമ്മൾ കണ്ടതാണ്. ഇവിടെ ഇപ്പോൾ 15 വർഷക്കാലം ഈ പാർലമെൻറ്റ് മണ്ഡലത്തിനെ പ്രതിനിധാനം ചെയ്ത നമ്മുടെ നിലവിലുള്ള MP അദ്ദേഹത്തിൻ്റെ തീർത്തും വികസന വിരുദ്ധമായിട്ടുള്ള സമീപനങ്ങൾക്കെതിരായ ഒരു വിധിയെഴുത്തി തിരഞ്ഞെടുപ്പിൽ ഉണ്ടാകുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. കഴിഞ്ഞ 15 വർഷക്കാലം വികസനത്തിൻ്റെ കാര്യത്തിൽ സമ്പൂർണ്ണമായി ഒരു മുരടിപ്പാണ് ഈ പാർലമെൻറ്റ് മണ്ഡലത്തിൽ ഉണ്ടായത് എന്ന് ഉദാഹരണങ്ങൾ നേരത്തെ നമുക്ക് പറയാൻ കഴിയും. 15 വർഷക്കാലത്തിനിടയിൽ എടുത്തു പറയാവുന്ന ഒരു കേന്ദ്ര പദ്ധതിയും ഈ പാർലമെൻറ്റ് മണ്ഡലത്തിനുള്ളിൽ യാഥാർത്ഥ്യമാക്കാൻ സാധിച്ചിട്ടില്ല. എന്ന് മാത്രമല്ല, ഈ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ നമ്മുടെ മുമ്പിൽ ഉയർന്നു വരുന്ന പ്രധാനപ്പെട്ട 2 വിഷയങ്ങൾ, ഒന്ന് തിരുവനന്തപുരം വിമാനത്താവളത്തിൻ്റെ വിൽപ്പനയാണ്. തിരുവനന്തപുരത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പൊതുമേഖലാ സ്ഥാപനങ്ങളിലൊന്നായ ഹിന്ദുസ്ഥാൻ ലാറ്റക്സിൻ്റെ വിൽപ്പനയാണ്. വിമാനത്താവളം നമ്മളെ സംബന്ധിച്ചിടത്തോളം തിരുവനന്തപുരത്തിൻ്റെ അഭിമാനമായി, ഇന്ത്യയിലെ തന്നെ ചരിത്രപരമായി വലിയ പ്രാധാന്യമുള്ള അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളിലൊന്നാണ് തിരുവനന്തപുരം. ആ വിമാനത്താവളം BJP സർക്കാർ വിൽക്കാൻ തീരുമാനിക്കുമ്പോൾ അതിനെതിരായി തിരുവനന്തപുരത്ത് ഉയർന്ന ജനകീയ പ്രക്ഷോഭങ്ങളെ പരിഹസിക്കുന്ന സമീപനമാണ് നമ്മുടെ MP ഭാഗത്തു നിന്നുണ്ടായെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ഹിന്ദുസ്ഥാൻ ലാറ്റക്സിൻ്റെ സ്വകാര്യവൽക്കരണം, നമ്മുടെ അഭിമാനമായൊരു പൊതുമേഖലാ സ്ഥാപനം സ്വകാര്യവൽക്കരിക്കുമ്പോൾ ജീവനക്കാർ, നാട്ടുകാർ വലിയ പ്രക്ഷോഭം മാസങ്ങളോളം നടത്തി. ഇപ്പോഴും ആ പ്രക്ഷോഭത്തിൻ്റെ അല ഒടുങ്ങിയിട്ടില്ല. ആ പ്രക്ഷോഭം നടക്കുമ്പോഴും നമ്മുടെ MP ആ പ്രക്ഷോഭ മുഖത്തേക്ക് വരികയോ ഈ വിൽപ്പനയെ അപലപിക്കുകയോ ചെയ്തിട്ടില്ല എന്നൊരു പ്രശ്നം നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ്. ഇപ്പോൾ ഇന്ന് നമ്മളെല്ലാവരും ഇവിടെ നിൽക്കുമ്പോൾ ഈ പൂജപ്പുരയ്ക്ക് വെളിപ്പാടകലെയാണ് വിജയമോഹിനി മില്ല്. അത് പൂട്ടിയിരിക്കുകയാണ്. കേന്ദ്ര സർക്കാരിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാപനങ്ങളിലൊന്നായി നിരവധി ആളുകൾ പണിയെടുപ്പ് ജീവിച്ചിരുന്നൊരു സ്ഥാപനമാണ്. അത് പൂട്ടി അതിൻ്റെ മുമ്പിൽ തൊഴിലാളികളുടെ സമരം വർഷങ്ങളായി നടക്കുകയാണ്. ആ തൊഴിലാളി സമരത്തോടൊപ്പം MP ഇല്ല. അപ്പോൾ കേന്ദ്ര സർക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങളെ വിൽക്കുമ്പോൾ തിരുവനന്തപുരത്തിൻ്റെ അഭിമാന സ്തംഭങ്ങളായ പൊതുമേഖലാ സ്ഥാപനങ്ങളെ വിൽക്കുന്ന കേന്ദ്ര സർക്കാരിൻ്റെ ഒരിടനിലക്കാരനായിട്ടാണ് നമ്മുടെ MP കാലം അത്രയും പ്രവർത്തിച്ചത് എന്നൊരു വിമർശനം ഈ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ ശക്തമായി ഉയർന്നു വരുന്നുണ്ട്. അതിന് മറുപടി പറഞ്ഞ് മാത്രമേ UDFന് തിരഞ്ഞെടുപ്പിൽ മുമ്പോട്ട് പോകാൻ സാധിക്കൂ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ 3-ാം സ്ഥാനത്തിൻ്റെ കാര്യം പറഞ്ഞല്ലോ, അങ്ങനെ പറ്റിയ കൈത്തെറ്റുകൾ ഒട്ടേറെ തിരുത്തിയ അനുഭവം തിരുവനന്തപുരത്തുണ്ട്. ഇപ്പോൾ തിരുവനന്തപുരം പാർലമെൻറ്റ് മണ്ഡലത്തിൽ ഉൾപ്പെടുന്നൊരു അസംബ്ലി മണ്ഡലമാണ് വട്ടിയൂർക്കാവ്. ആ വട്ടിയൂർക്കാവ് മണ്ഡലത്തിൽ കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പിൽ VK പ്രശാന്ത് ജയിച്ചു വരുമ്പോൾ അതിന് മുമ്പ് നടന്ന തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ 3-ാം സ്ഥാനത്താണ്. അത് തിരുത്തിയാണ് ആ നിയമസഭാ നിയോജക മണ്ഡലത്തിൽ VK പ്രശാന്ത് വലിയ ഭൂരിപക്ഷത്തിൽ ജയിച്ചു വരുന്നത്. അതുകൊണ്ട് ഈ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്കൊരു സംശയവുമില്ല, തിരുവനന്തപുരത്തെ ജനത അവർക്ക് പറ്റിയ കൈത്തെറ്റ് തിരുത്തുക തന്നെ ചെയ്യും. വലിയ ഭൂരിപക്ഷത്തിൽ ഇടതുപക്ഷ മുന്നണിക്ക് വിജയിക്കാനാകും എന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ശരി, 3 പേരും അവരുടെ രാഷ്ട്രീയ നിലപാടുകൾ, മുന്നണികളുടെ രാഷ്ട്രീയ നിലപാടുകൾ ആമുഖമായി പറഞ്ഞു വെച്ചു. നിങ്ങളുടെ കൂടി അഭിപ്രായങ്ങളിൽ നിന്ന് നമുക്ക് വീണ്ടും അവരിലേക്ക് പോകാം. പെട്രോള് നിങ്ങൾ അധികാരത്തിൽ വന്നാൽ പെട്രോളും ഡീസലും ഒക്കെ 50 രൂപയ്ക്ക് കൊടുക്കുമെന്ന് പറഞ്ഞു. ഇപ്പോൾ വില എത്ര? താങ്കളും സ്കൂട്ടർ അല്ലെങ്കിൽ കാർ ഉപയോഗിക്കുന്നല്ലോ. അത് കഴിഞ്ഞ് ഗ്യാസ് 350 രൂപയ്ക്ക് കൊടുക്കുമെന്ന് പറഞ്ഞു. ഇപ്പോൾ വില എത്ര? ഇപ്പം നിങ്ങൾ വെറും ഒരു 100 രൂപ കുറച്ചു. ഇലക്ഷൻ കഴിഞ്ഞാൽ നിങ്ങൾ അധികാരത്തിൽ വരില്ല എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. മൈക്ക് ചേർത്ത് വെച്ച് സംസാരിക്കും. ഇലക്ഷൻ കഴിഞ്ഞാൽ ഒരു പക്ഷേ കഷ്ടകാലത്തിന് നിങ്ങൾ വരില്ല എന്ന് 100% ഞങ്ങൾ കോൺഗ്രസ്സുകാർക്കും ഇവിടുത്തെ ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങൾക്കും അറിയാം. അപ്പം നിങ്ങൾ മാത്രമല്ല, ജവഹർലാൽ നെഹ്റു ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രി കൊണ്ടുവന്ന എല്ലാ വികസനങ്ങളെയും നിങ്ങൾ വ്യവസായ സ്ഥാപനങ്ങളടക്കം വിറ്റ് തുലച്ചു കൊണ്ടിരിക്കുന്നു. അതാണ് BJPയുടെ ഭരണം. ബഹുമാന്യനായ സുഹൃത്ത് CPMനോടും പറയണമല്ലോ, ഞാനൊരു കോൺഗ്രസ്സുകാരനാണല്ലോ.
പെട്രോളിനും ഡീസലിനും ഒക്കെ 2 രൂപ സെസ് ഏർപ്പെടുത്തി, നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ. അതെ, ബഹുമാന്യനായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ പറഞ്ഞത് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കൊടുക്കുന്നതിന് വേണ്ടിയാണ്. ഇപ്പോൾ 1 മാസത്തെ കൊടുത്തു. ഇതാണ് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ. ശരി, UDFിൻ്റെ പ്രതിനിധിയോടാണ് ഒരു ചോദ്യം. 2009 ശശി തരൂർ തിരുവനന്തപുരത്ത് മത്സരിക്കുമ്പോൾ നൽകിയ ഏറ്റവും പ്രധാനപ്പെട്ട 2-3 വാഗ്ദാനങ്ങളുണ്ട്. ഒന്നാണ് ബാഴ്സലോണ ഇരട്ട നഗരം, ഇപ്പോൾ തിരുവനന്തപുരത്തെ നഗരത്തിൻ്റെ വികസനവുമായി ബന്ധപ്പെട്ട്. 2009 വലിയ ഭൂരിപക്ഷത്തിന് 1 ലക്ഷം വോട്ടിന് ജയിച്ചു, 2014 ജയിച്ചു, 2019 ജയിച്ചു. 3 തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് 4-ാം തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ എന്തായി എന്ന് പറയണം. 2 ഹൈക്കോടതി ബെഞ്ചുമായി ബന്ധപ്പെട്ട് അദ്ദേഹം നടത്തി തിരുവനന്തപുരത്തിന് നൽകിയിട്ടുള്ള ഒരു വലിയ വാഗ്ദാനമുണ്ട്. ഞാൻ ജയിച്ചാൽ ഹൈക്കോടതി ബെഞ്ച് തലസ്ഥാനത്ത് കൊണ്ടുവരും. വലിയ സമരങ്ങൾ നടന്നു. MP അവിടെയൊന്നും കണ്ടില്ല. കഴിഞ്ഞ 15 വർഷം തിരുവനന്തപുരവുമായി ബന്ധപ്പെട്ട് കേന്ദ്ര പദ്ധതികൾ ഏതെങ്കിലും കൊണ്ടുവരുവാൻ MPക്ക് കഴിഞ്ഞിട്ടുണ്ടോ എന്നുള്ളത് നിങ്ങൾ മറുപടി പറയേണ്ടതുണ്ട്. മാത്രമല്ല, തിരുവനന്തപുരത്തിൻ്റെ വികസനവുമായി ബന്ധപ്പെട്ട് MP നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ നിങ്ങൾ പറയണം. BJP പ്രതിനിധിയോടുള്ള ചോദ്യം, 2014 നരേന്ദ്രമോദിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പ് വാഗ്ദാനമായിരുന്നു 1 വർഷം 2 കോടി തൊഴിൽ. 10 വർഷം പൂർത്തിയാകുന്നു. ഇവിടെ കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനങ്ങൾ മുഴുവൻ സ്വകാര്യവൽക്കരിച്ചു. പ്രതിരോധ മേഖലയിൽ പട്ടാളത്തിൽ പോലും നിങ്ങൾ കരാർ നിയമനം നടപ്പിലാക്കുകയാണ്. ഇവിടെ ഏറ്റവും വലിയ തൊഴിലില്ലായ്മയാണ് ഈ രാജ്യത്തെ യുവജനങ്ങൾ അഭിമുഖീകരിക്കുന്നത്. ഇതിനെ നിങ്ങൾ എങ്ങനെയാണ് അഡ്രസ്സ് ചെയ്യുന്നത്? ശരി, എനിക്ക് BJPയുടെ പ്രതിനിധിയോടാണ് ചോദിക്കാനുള്ളത്. ഈ കഴിഞ്ഞ ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖർ കേരളത്തിൽ തിരുവനന്തപുരത്തേക്ക് മത്സരിക്കാനായിട്ട് വന്നപ്പോൾ ഇദ്ദേഹത്തിനോട് 2 കാര്യങ്ങളാണ് എനിക്ക് ചോദിക്കണമെന്ന് ആഗ്രഹമുള്ളത്. അപ്പോൾ പ്രതിനിധിയോട് ചോദിക്കാം. ഈ MSME പോലുള്ള കേന്ദ്രം നടപ്പിലാക്കി കഴിഞ്ഞ പദ്ധതികൾ നിർത്തലാക്കി വച്ചിരിക്കുന്ന ചില സാഹചര്യങ്ങളുണ്ട്. സ്റ്റാർട്ടപ്പ് ഇൻക്യുബേഷൻസ് കേരളത്തിൽ ഒട്ടനവധി യുവജന സംരംഭകർ നടത്തിവരുന്ന സോഫ്റ്റ്വെയർ മേഖലകളിലുള്ള ഡെവലപ്മെൻറ്റ്സ് ഉണ്ട്. അപ്പോൾ ഇന്ത്യയിൽ കഴിഞ്ഞ കാലങ്ങളിൽ അദ്ദേഹം മന്ത്രിയായിരുന്ന കാലഘട്ടങ്ങളിൽ ഉണ്ടായ ഡെവലപ്മെൻറ്റ് അതിനെക്കുറിച്ചൊന്ന് വിശദീകരിക്കണം. അദ്ദേഹത്തിൻ്റെ പ്രോജക്റ്റും ഡെവലപ്മെൻറ്റ്സും എത്രത്തോളം ഈ റെപ്രസെൻറ്റേഷൻ കേന്ദ്ര ഗവൺമെൻറ്റിന് കേരളത്തിൽ നടപ്പിലാക്കാൻ കഴിഞ്ഞു എന്നുള്ളത്. 2, അദ്ദേഹം ഇപ്പോൾ ടെക്നോ പാർക്ക് പോലുള്ള വൻകിട സംരംഭങ്ങൾ തിരുവനന്തപുരത്ത് നിലനിൽക്കെ അദ്ദേഹം കഴിഞ്ഞ കാലങ്ങളിൽ ശശി തരൂർ റെപ്രസെൻ്റ് ചെയ്ത തിരുവനന്തപുരത്ത് അദ്ദേഹം യുവജന സംരംഭകർക്ക് വേണ്ടി എന്ത് പുതിയതായിട്ട് ചെയ്യാൻ പോകുന്നു എന്നുള്ളത് ഇടതുപക്ഷ പ്രതിനിധിയോടാണ് ചോദ്യം. CPO റാങ്ക് ഹോൾഡേഴ്സിൻ്റെ വിഷയം അറിയാമല്ലോ, നിരന്തരമായി നമ്മൾ സംവദിക്കുന്ന ഒരു വിഷയമാണ്. എന്തുകൊണ്ടാണ് ഈ CPO റാങ്ക് ഹോൾഡേഴ്സിനെ ഈ നിലയിൽ ഈ ഇലക്ഷന് തൊട്ട് മുമ്പായിട്ട് വെക്കാതെ അടുത്ത് വരാൻ പോകുന്ന നിയമസഭാ ഇലക്ഷന് മുൻപായിട്ടാണോ നിങ്ങൾ പുതിയ റെപ്രസെൻറ്റേഷൻ കൊണ്ടുവരാൻ പോകുന്നത് എന്നുള്ളതാണ് അറിയാം. അജേഷിൽ നിന്ന് തുടങ്ങാമെന്ന് വിചാരിക്കുന്നു. ഇവരുടെ ഭാഗത്തു നിന്ന് വന്ന അഭിപ്രായങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടല്ലോ. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, കേന്ദ്രമന്ത്രി എന്ന നിലയിൽ വികസനത്തിൻ്റെ തിളക്കം നിങ്ങൾ അവകാശപ്പെട്ടാണ് പ്രചരണ രംഗത്ത് നിൽക്കുന്നതെങ്കിൽ അരുൺ പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട കാര്യമുണ്ട്. അദാനിക്ക് നമ്മുടെ വിമാനത്താവളം കൊടുക്കുന്നു. അതുപോലെ 2-3 പ്രധാനപ്പെട്ട സ്ഥാപനങ്ങൾ ഇതേ മണ്ഡലത്തിൽ പൊതുമേഖല വിൽക്കുന്നു എന്ന ഗുരുതരമായ വിമർശനങ്ങൾക്കും പ്രശ്നങ്ങൾക്കും നടുവിലാണ് നിങ്ങളുടെ ഈ തെരഞ്ഞെടുപ്പ് പ്രവർത്തനം. നമ്മുടെ തിരുവനന്തപുരം എയർപോർട്ടിനെ സംബന്ധിച്ച് നമുക്കറിയാം, അദാനി ഗ്രൂപ്പാണ് തിരുവനന്തപുരം എയർപോർട്ട് ഇപ്പോൾ കൈകാര്യം ചെയ്യുന്നത്. ഈ അദാനി ഗ്രൂപ്പ് തന്നെയാണ് തിരുവനന്തപുരത്ത് വിഴിഞ്ഞം എന്ന് പറയുന്ന വിഴിഞ്ഞം പോർട്ട് ഇവിടുത്തെ സംസ്ഥാന ഗവൺമെൻറ് കൊടുത്തിട്ടുള്ള കമ്പനി അദാനിയുടെ കമ്പനിയാണ്. അതേ സംസ്ഥാന സർക്കാർ തന്നെ ഏറ്റെടുത്ത് നടത്താം എന്ന് പറഞ്ഞിട്ട് കേന്ദ്ര സർക്കാർ സംസ്ഥാന ഗവൺമെന്റ് ഞാൻ പറഞ്ഞത് കേരളത്തിലെ ഗവൺമെന്റാണ് 99 വർഷത്തേക്ക് അദാനി പോർട്ടിന് ഈ പോർട്ട് കൈമാറിയിട്ടുള്ളത്. അതുകൊണ്ടാണ് മോദി സർക്കാർ ഞാൻ പറയട്ടെ, അതെ, താങ്കളോട് തന്നെയാണ്. അപ്പോൾ സംസ്ഥാനം അതിൽ താല്പര്യം പ്രകടിപ്പിച്ച് അതിനുവേണ്ടി മുന്നോട്ട് പോയിട്ടും അതിനെ അവഗണിച്ച്, അതുപോലെ തന്നെ നമ്മുടെ ഈ പറഞ്ഞ ഹിന്ദുസ്ഥാൻ ലാറ്റക്സ് പൊതുമേഖല വിൽപ്പനയ്ക്ക് വെച്ച് അത് വിറ്റഴിച്ച് ഇങ്ങനെ ഓരോന്നും കൊണ്ടുപോകാണ്. അതിലെന്ത് നിലപാടാണ്? വിറ്റഴിച്ചിട്ടില്ല. ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കണ്ട. അപ്പോൾ ഞാൻ പറഞ്ഞത്, അദാനി എന്ന് പറയുന്ന വ്യക്തിക്ക്, അദാനിയുടെ കമ്പനിക്ക് വിഴിഞ്ഞം പോർട്ട് കൊടുക്കാമെങ്കിൽ എന്തുകൊണ്ട് എയർപോർട്ട് കൊടുത്തുകൂടാ? അദാനി പോർട്ടിൻ്റെ വിഷയത്തിലായാലും ശരി, എയർപോർട്ടിൻ്റെ വിഷയത്തിലായാലും ശരി, BJPയുടെ നിലപാട് ഒന്ന് തന്നെയാണ്. അല്ലാതെ അദാനിക്ക് കൊടുത്തു, അതിൽ ടെൻഡറിൽ പങ്കെടുത്തു, അദാനിക്ക് കിട്ടി. വിഴിഞ്ഞം പോർട്ട് കിട്ടിയത് എങ്ങനെയാ? നിങ്ങൾ പോർട്ടിന് മറുപടി പറയണ്ടേ? പോർട്ട് അദാനിക്ക് കൊടുത്തതിൽ നിങ്ങൾക്ക് ആക്ഷേപമുണ്ടെങ്കിൽ നിങ്ങൾ നിർത്തലാക്കണ്ടേ? തൊട്ടപ്പുറത്ത് നിൽക്കല്ലേ അഖില്, തൊട്ടിപ്പുറത്തുണ്ട് അരുണുണ്ട്. അഖില് മാത്രമല്ല, അരുണും പറയണം. കാരണം ഞാൻ അങ്ങനെയല്ലേ പറഞ്ഞു. ഇപ്പോഴത്തെ കണക്കെടുത്ത് പരിശോധിക്കുമ്പോൾ തിരുവനന്തപുരത്ത് ആഭ്യന്തര വിമാനങ്ങൾ ഒട്ടനേകം വന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ ഡൊമസ്റ്റിക് ഒരുപാട് വിമാനങ്ങൾ വന്നു. അപ്പോൾ തിരുവനന്തപുരം വിമാനത്താവളം ഈ അദാനിക്ക് കൊടുത്തതിന് ശേഷം വളരെ മുന്നോട്ടുള്ള ഇതാണ് ഉണ്ടായിട്ടുള്ളത്. നമുക്കറിയാം, 2019 കേരളത്തിലെ ജനങ്ങളെ
ഇവിടുത്തെ മാധ്യമങ്ങൾ, കേരളത്തിലെ മാധ്യമങ്ങൾ ഒന്നടങ്കം പറഞ്ഞത് 2019 ശ്രീമാൻ രാഹുൽ ഗാന്ധി ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആവുമെന്ന് എന്ന് പറഞ്ഞ് നിങ്ങൾ കേരളത്തിലെ മാധ്യമങ്ങൾ മുഴുവൻ ജനങ്ങളെയും തെറ്റിദ്ധരിപ്പിച്ചു. അപ്പോൾ കേരളത്തിൽ ഒരു ശശി തരൂർ ജയിച്ചാൽ അദ്ദേഹത്തെ കേന്ദ്രമന്ത്രിയാവും എന്നുള്ള ഒരു തെറ്റായ പ്രചരണം അത് ജനങ്ങളിൽ എത്തിച്ചത് കൊണ്ടാണ്. പിന്നെ അതിലുപരി ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട് ഇവിടുത്തെ ഇടതുപക്ഷ മുന്നണിയോടുണ്ടായ വിയോജിപ്പ്, ആ വിയോജിപ്പ് ജയിച്ചു കയറുന്ന ഒരു പാർട്ടി എന്ന നിലയിൽ അത് കോൺഗ്രസിന് ഗുണമായി വന്നു. അത് 19 സീറ്റ് അവർക്ക് നേടാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. മറ്റൊരു കാര്യം, ഗ്യാസിൻ്റെ പെട്രോളിയം ഉൽപ്പന്നത്തിൻ്റെ പറഞ്ഞത്. പെട്രോളിയം വില നമുക്ക് 2014 മുതൽ 2004 മുതൽ 2014 വരെ പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില വർദ്ധിച്ചത് ഏതാണ്ട് 38 രൂപയാണ്. 10 വർഷക്കാലം UPA ഭരിച്ചു. അതിൽ ഇടതുപക്ഷവും വലതുപക്ഷവും ഉണ്ടായിരുന്നു. 34 രൂപ വർദ്ധിപ്പിച്ചു. 2014 മുതൽ ഈ കാലയളവ് വർദ്ധിച്ചിട്ടുള്ളത് കേവലം 17 രൂപയാണ്. നിങ്ങളത് പരിശോധിക്കണം. അപ്പോൾ വർധനവ് എവിടെയാണ് എന്ന് പരിശോധിക്കണം. അല്ലാതെ UPA ഭരണകാലത്ത് 10 വർഷം കൊണ്ട് ഏതാണ്ട് 34 വർദ്ധിച്ചപ്പോൾ ക്രമാതീതമായി ഞങ്ങൾക്കതിന്റെ പകുതി പോലും വർദ്ധിപ്പിച്ചിട്ടില്ല. സങ്കടമുണ്ടോ? അല്ല, ഞങ്ങൾക്ക് സങ്കടമില്ല. ഞങ്ങളെ കേരളത്തിലെ വില എത്ര? അല്ല, മൻമോഹൻ സിംഗ് ഭരിക്കുന്ന സമയത്ത് വി മുരളീധരൻ എന്ന കേന്ദ്രമന്ത്രി കാളവണ്ടിയിൽ സഞ്ചരിക്കുന്ന സൈക്കിൾ ഉന്തി പോകുന്നു, ഗ്യാസ് സിലിണ്ടർ ചുമക്കുന്നു. പ്രതിഷേധ രാഷ്ട്രീയ പാർട്ടികൾക്ക് പ്രതിഷേധം നടത്താമല്ലോ. പക്ഷെ ആ ആളുകൾ തന്നെ ഭരിക്കുമ്പോഴാണ് ഈ കഥ പറയുന്നത്. അല്ല, നിങ്ങൾ മനസ്സിലാക്കണം, കേരളത്തിലെ പെട്രോളിന്റെ വില എത്ര? ഞങ്ങളുടെ 2 രൂപ കുറച്ച് ഈ വലിയ വില കുറയും. തൊട്ടടുത്ത് തമിഴ്നാട്ടില് ഇവിടെ നിന്ന് 12 കിലോമീറ്റർ പോയ തമിഴ്നാട്ടിലെ വില ഏതാണ്ട് 7 രൂപ കുറവുണ്ട്. ആ 2 രൂപയാണോ ഇതിന്റെ ഭീമാകാരമായ വിലയുടെ അടിസ്ഥാന കാരണം? 14 രൂപ വ്യത്യാസമുണ്ട് പല സംസ്ഥാനങ്ങളിൽ. രാഷ്ട്രീയമായി പറയാം, പക്ഷേ വിലയുടെ ഒരു ഹൈറ്റ് അഖിൽ അതെ, ഞാൻ കൃത്യമായി എന്നോട് ചോദിച്ച ചോദ്യങ്ങൾക്കുള്ള മറുപടി വെച്ച് തന്നെ തുടങ്ങാം. എന്നിട്ട് പിന്നെ BJP പ്രതിനിധിക്കുള്ള മറുപടിയും കൊടുക്കും. എന്തായാലും ബാഴ്സലോണ സിറ്റിയുമായി ബന്ധപ്പെട്ട കാര്യം അല്ല, ഞാൻ കൃത്യമായി മറുപടി ഉണ്ട്. മറുപടി പറയാൻ ധൈര്യത്തോടു കൂടി ഉണ്ട്, കാര്യമുണ്ടെന്നേ, ഉണ്ട്, കൃത്യമായ മറുപടി, എല്ലാത്തിനും മറുപടി ഉണ്ട്. ബാഴ്സലോണ നഗരം എന്തുകൊണ്ട് ഈ തിരുവനന്തപുരത്ത് സംഭവിച്ചില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യം മനസ്സിലാക്കണം. എക്കാലവും ഈ നാടിന്റെ വികസന വിരോധികൾ ആരാ? എന്നോട് ഈ ചോദ്യം ചോദിച്ച ചേട്ടന്റെ പാർട്ടി തന്നെയാണ്. ഈ ട്രാക്ടർ വന്നപ്പോഴും ഈ പറയുന്ന കമ്പ്യൂട്ടർ വന്നപ്പോഴും വികസന വിരോധികളായി നിന്നത് ഈ പാർട്ടി തന്നെയാണ്. ഈ ബാഴ്സലോണ നഗരവുമായി ബന്ധപ്പെട്ട് ഞാൻ പറയട്ടെ, വളരെ കൃത്യമായ മറുപടി ഉണ്ട്. ബാഴ്സലോണ നഗരവുമായി ബന്ധപ്പെട്ട് ശശി തരൂരിന്റെ സ്വപ്ന പദ്ധതി തന്നെയാണ്. അതിനകത്ത് അക്കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അല്ല, ഞാൻ പറയട്ടെ അല്ല, എന്നെ പറയാൻ അനുവദിക്കണം. എന്റെ മറുപടി പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ അപ്പൊ ഞാൻ പറയുന്നത്, ബാഴ്സലോണ കോർപ്പറേഷൻ ഒരു എഗ്രിമെന്റ് കേരളത്തിൽ ഈ പറയുന്ന പോലെ ട്രിവാൻഡ്രം കോർപ്പറേഷന് മുന്നിലേക്ക് സമർപ്പിച്ച സമയത്ത് അന്ന് ഇവിടെ എതിര് നിന്ന് ആരാ? ട്രിവാൻഡ്രം കോർപ്പറേഷൻ ആണ്. ആ കോർപ്പറേഷന്റെ മേയർ ഉൾപ്പെടെയുള്ള ആളുകൾ ആരാ? CPM-ന്റെ പ്രതിനിധികളല്ലേ? CPM-ന്റെ മേയർ തിരുവനന്തപുരം ഭരിക്കുന്ന സമയത്ത്, CPM-ന്റെ മന്ത്രിസഭ കേരളം ഭരിക്കുന്ന സമയത്ത് അത്തരത്തിൽ ആ എഗ്രിമെന്റിനെതിരെ നിന്ന് ആ വികസന പദ്ധതിക്ക് തുരങ്കം ഈ നടത്താതെ അതിനെ തടഞ്ഞു വെച്ചത് ഇവിടുത്തെ CPM തന്നെയാണെന്ന്. കേരളത്തിലും കേന്ദ്രത്തിലും ഒന്നിച്ച് കോൺഗ്രസും UPA-യും ഭരിക്കുന്ന കാലം, UDF-ഉം ഭരിക്കുന്ന കാലം, ശശി തരൂർ ഒരു ഘട്ടത്തിൽ കേന്ദ്രമന്ത്രി വരെയായിരുന്നു. ആ കാലത്ത് എന്തേ ചെയ്യാൻ കഴിയാതെ പോയത്? കേരള ഭരണവും കേന്ദ്രത്തിൽ UP ആണെങ്കിലും കേരളത്തിൽ ഈ പറയുന്ന പോലെ കോൺഗ്രസ് ഭരിക്കുന്ന സമയത്തും തിരുവനന്തപുരം നഗരസഭ ഭരിച്ചതാരാ? നഗരസഭയുടെ ബാഴ്സലോണ നഗരസഭയുടെ കൃത്യമായ എഗ്രിമെന്റിന് മറുവശം സൈൻ ചെയ്യാത്തത് തിരുവനന്തപുരം നഗരസഭ തന്നെയാണ്. അക്കാര്യത്തിൽ സംശയം വേണ്ട. ഞങ്ങളെ സംബന്ധിച്ച് തിരുവനന്തപുരം ലോകസഭയുടെ 15 വർഷക്കാലത്തെ MP-യുടെ വികസന പ്രവർത്തനങ്ങൾ ഞാൻ മറുപടി പറഞ്ഞോട്ടെ. ഞാൻ എന്നോട് ചോദിച്ച ചോദ്യങ്ങൾക്ക് മറുപടി പറയണം. തിരുവനന്തപുരം കോർപ്പറേഷന്റെ 15 വർഷക്കാലത്തെ MP-യുടെ വികസന രേഖ പുസ്തക രൂപത്തിൽ ഇറക്കിയിട്ടുണ്ട്. ഇന്നത്തെ അദ്ദേഹം നടത്തിയ വികസനം മാത്രമല്ല, നിങ്ങൾ ഇപ്പോൾ പ്രതിപാദിച്ച ഈ പറയുന്ന ബാഴ്സലോണ നഗരത്തിന്റെ പദ്ധതി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എന്തുകൊണ്ട് നടക്കാതെ പോയെന്നുള്ളതിന്റെ മറുപടി കൃത്യമായി ഈ പുസ്തകത്തിനകത്ത് പറയുന്നുണ്ട്. ഹൈക്കോടതി ബെഞ്ചിന്റെ കാര്യം പറഞ്ഞു. ഹൈക്കോടതി ബെഞ്ചിന്റെ കാര്യം എന്താ? അത് കൗൺസിൽ ഓഫ് ജഡ്ജസ്മാര് അന്ന് തന്നെ ആദ്യം മുതൽ തന്നെ അതിന് എതിരായിരുന്നു. കാരണം തിരുവനന്തപുരത്ത് അത്തരത്തിലൊരു ഹൈക്കോടതി ബെഞ്ച് വരേണ്ട കാര്യമില്ല. പക്ഷേ അന്ന് എന്നിട്ട് കൂടി UPA ഗവൺമെന്റിന്റെ കാലത്ത് ആദ്യമായി ഒരു സ്വകാര്യ ബില്ല് കൊണ്ടുവന്നു, ഒരു ഡ്രാഫ്റ്റഡ് ബില്ല് കൊണ്ടുവന്നു. എന്തായിരുന്നു ആ ബില്ല്? ഒരു പ്രൈവറ്റ് മെമ്പേഴ്സിന്റെ ബില്ല് കൊണ്ടുവന്നു. ആ ബില്ലിനകത്ത് വളരെ കൃത്യമായി തന്നെ പറഞ്ഞു, ഏതൊരു സംസ്ഥാനത്തിന്റെയും തലസ്ഥാനത്ത് ഒരു ഹൈക്കോടതിയുടെ ബെഞ്ച് സ്ഥാപിക്കാനുള്ള ഒരു അനുമതി
അത് കൊണ്ടുവന്നത് വേറെ ആരുമല്ല, തിരുവനന്തപുരത്തിന്റെ സ്വന്തം MP ശശി ആരാ തരൂർ. ഭരിക്കുന്നതെന്ന് പറഞ്ഞേ? അല്ല UPA? അല്ലല്ല അന്ന് അല്ല, അദ്ദേഹം ബില്ല് കൊണ്ടുവന്നു, ബില്ലിന് തുടക്കം കുറിച്ചത്. ആ ബില്ല് അടുത്ത അത് ഏത് ഭരണകാലത്താ? യുപിയുടെ അതാ, ഡോക്ടർ മൻമോഹൻ സിംഗ് ഭരിക്കുന്നു, ഡോക്ടർ ശശി തരൂർ സ്വകാര്യ ബില്ല് കൊണ്ടിരുന്നു. യുപിയുടെ അവസാന കാലത്ത്, ഇത് നടപ്പാക്കിയ യുപിയുടെ അവസാന കാലത്ത് കേന്ദ്രം ഭരിക്കുന്നു, ഞാൻ പറയട്ടെ. സംസ്ഥാനം ഭരിക്കുന്നു, ഞാൻ ഇവിടുന്ന് പറഞ്ഞോട്ടെ. കോൺഗ്രസ് അല്ലല്ല, നേതാവായിട്ടുള്ള അല്ലല്ല, MP. ഞാൻ പറഞ്ഞോട്ടെ. എന്തിന് സ്വകാര്യ ബില്ല്? ഇല്ല ഞാൻ നടപ്പാക്കിയ പോരെ? പറഞ്ഞോട്ടെ. അല്ല, ഞാൻ പറയുന്നത്, എന്നിട്ട് BJPയുടെ ഗവൺമെന്റ് അധികാരത്തിൽ വരുന്ന സമയത്ത് ഇത്തരത്തിലൊരു തീരുമാനം കൊണ്ടുവരികയും ആ ബില്ല് അവതരിപ്പിക്കാൻ പോലും കഴിയാത്ത രീതിയിൽ അത് തടസ്സപ്പെടുത്തി. ആ തടസ്സപ്പെടുത്തിയതിനു ശേഷം ഉണ്ടായ സംഭവം എന്താ? എത്രയോ മന്ത്രിമാർ, കേന്ദ്രമന്ത്രിമാർ കേരളത്തിൽ തന്നെ ഉണ്ടായിരുന്നു. ആ കേന്ദ്രമന്ത്രിമാർ കേരളത്തിൽ ഉണ്ടായിട്ട് പോലും ഇത്തരത്തിലൊരു തീരുമാനം എടുക്കാൻ നിൽക്കാത്ത ആളുകൾ ആ സമരത്തിന് ഐക്യദാർഢ്യവുമായി അവിടെ പോയി. BJP നേതാക്കന്മാർ. ഈ തെരഞ്ഞെടുപ്പിൽ അതൊരു ചോദ്യമാണ്. കാരണം ഒരു കേന്ദ്രമന്ത്രി ഇവിടെ മത്സരിക്കുന്നു, മറ്റൊരു കേന്ദ്രമന്ത്രി ആറ്റിങ്ങലിൽ മത്സരിക്കുന്നു. തിരിച്ചങ്ങോട്ടും ആ ഹൈക്കോടതി ബെഞ്ചിനോടുള്ള കേന്ദ്ര ഭരണത്തിന്റെ അനുകൂല അനുഭാവ നിലപാടില്ലായ്മ ഒരു പ്രധാന പ്രശ്നമായി ഇവിടെ അവതരിപ്പിക്കപ്പെട്ടു. അതുപോലെ തന്നെ ഇവിടെ മത്സരിച്ച രാജഗോപാൽ എന്ന് പറയുന്ന മുൻ കേന്ദ്രമന്ത്രി, അദ്ദേഹം നിയമമന്ത്രിയായിരുന്നു. നിയമമന്ത്രിയായിരുന്ന കാലഘട്ടത്തിൽ സ്വതന്ത്ര ചുമതലയാണ്. ആ കാലഘട്ടത്തിൽ പോലും ഈ പറയുന്നത് പോലെ തിരുവനന്തപുരത്ത് ഒരു ഹൈക്കോടതി ബെഞ്ചിന് ശ്രമിക്കാത്ത ആളുകളാണ് ഇന്ന് ആരെ കുറ്റപ്പെടുത്തുന്നത്? ശശി തരൂരിനെ കുറ്റപ്പെടുത്തുന്നത്. അരുണിന്റെ രാഷ്ട്രീയ വിമർശനത്തിന്റെ അടക്കം ഈ വിധം അഖിൽ പറഞ്ഞതുപോലെ അല്ലെങ്കിൽ അജേഷ് പറഞ്ഞതുപോലുള്ള മറുപടികൾ അവരുടെ പക്കലുണ്ടല്ലോ. ഇവിടെ എന്നോട് ചോദിച്ച ചോദ്യത്തിലൊരു പ്രധാനപ്പെട്ട ഭാഗം പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വിലവർദ്ധനവിനെതിരായിട്ടുള്ള, അദ്ദേഹം തന്നെ വിശേഷിപ്പിച്ചു, അദ്ദേഹം ഒരു കോൺഗ്രസ് പ്രവർത്തകനാണെന്ന് വിശേഷിപ്പിച്ചതുകൊണ്ട് ഞാൻ ആ ഭാഗം പറയുകയാണ്. അവരിപ്പോൾ പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വിലവർദ്ധനവിനെതിരായിട്ട് ശബ്ദമുയർത്തുകയാണ്. ഇന്ത്യയിൽ ഈ നവലിബറൽ സാമ്പത്തിക നയം ആരംഭിച്ചതും പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വിലവർദ്ധനവിന് തുടക്കമിടുന്നതും ഭയാനകമായ വിലവർദ്ധനവിന് കാരണമാകുന്ന നയം നടപ്പാക്കിയതും ആദ്യം കോൺഗ്രസ്സാണ്. കോൺഗ്രസ് തുടങ്ങി വെച്ച നയം BJP പിന്തുടരുന്നതെന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങളാണ് ആ നയത്തിൻ്റെ ഉപജ്ഞാതാക്കൾ. മൻമോഹൻ സിംഗും നരസിംഹ റാവുവും ചേർന്ന് കൊണ്ടുവന്ന സാമ്പത്തിക നയത്തിൻ്റെ ദുരിതമാണ് ഇന്ത്യയിൽ ജനങ്ങൾ ഇന്ന് പേറുന്നതെന്നുള്ള യാഥാർത്ഥ്യം നിങ്ങൾ മനസ്സിലാക്കണം. അതൊരു കാര്യം. രണ്ടാമത്തെ കാര്യം, സെസ്സിനെ കുറിച്ചുകൂടെ പറഞ്ഞല്ലോ. ഞാനൊരു കാര്യം അങ്ങോട്ട് പറയാം. BJP ഗവൺമെൻറ് വർദ്ധിപ്പിച്ചു, അതിനെതിരായിട്ടുള്ള സമരവുമെല്ലാം കേരളത്തിൽ നടക്കുന്നു. പക്ഷേ കേരളത്തിൽ ഈ സെസ് ഏർപ്പെടുത്താനിടയായ സാഹചര്യം എന്താ? കേരളത്തിന് കിട്ടേണ്ടുന്ന കേന്ദ്ര വിഹിതം, നികുതി വിഹിതം, കേന്ദ്ര സർക്കാർ തരേണ്ടുന്ന പണം കൃത്യമായി തരുന്നില്ല എന്നുള്ള കാര്യത്തിൽ അങ്ങയുടെ പാർട്ടിക്കും ഞങ്ങൾക്കും തർക്കമില്ല. തരുന്നില്ല. അത് ഇന്നലെയല്ലേ? ഇന്നലെ അനുവദിച്ചത് കൊണ്ട് ഒരു വർഷം മുമ്പ് ഏർപ്പെടുത്തിയ സെസ് പിൻവലിക്കാൻ പറ്റില്ലല്ലോ. ഇന്നലെയല്ലേ അനുവദിച്ചത്? അത് അനുവദിച്ചത് തന്നെ ഞങ്ങൾ സുപ്രീം കോടതിയിൽ പോയിട്ടാണ്. ഇതിനെതിരായിട്ടുള്ള സമരത്തിന് നിങ്ങളെ വിളിച്ചു, പക്ഷേ നിങ്ങൾ വന്നില്ല. നിങ്ങൾ പറഞ്ഞത് ഈ പണം കേന്ദ്രം തരാതിരിക്കുമ്പോൾ കേരളത്തിൽ ജനങ്ങൾ നിങ്ങൾക്കെതിരായിട്ട് തിരിയും, അതുവഴി ഞങ്ങൾക്ക് എങ്ങാനും അധികാരത്തിൽ കയറാൻ പറ്റുമെന്ന് അന്വേഷിക്കുകയായിരുന്നു നിങ്ങൾ. ഞാൻ ആ ഭാഗത്തേക്ക് പോകുന്നില്ല. പിന്നെ ക്ഷേമ പെൻഷനെ കുറിച്ച് പറഞ്ഞല്ലോ. കേരളത്തിൽ ക്ഷേമ പെൻഷനെ കുറിച്ച് പറയാൻ കോൺഗ്രസിന് എന്താണ് അവകാശം? ഉമ്മൻചാണ്ടിയുടെ ഗവൺമെൻറ് അധികാരം വിട്ടു പോകുമ്പോൾ 33 ലക്ഷം പേർക്കേ കേരളത്തിൽ പെൻഷനുള്ളൂ. കേവലം 33 ലക്ഷം ആളുകൾക്ക്. ആ 33 ലക്ഷം ആളുകൾക്ക് നൽകിക്കൊണ്ടിരുന്ന പെൻഷൻ 600 രൂപയാണ്. ആ 33 ലക്ഷം രൂപയിൽ നിന്ന് കേരളത്തിൽ ഇപ്പോൾ ഏതാണ്ട് 62 ലക്ഷം ആളുകൾക്ക് ക്ഷേമ പെൻഷൻ കൊടുക്കുന്നു. 600 രൂപയിൽ നിന്ന് 1600 രൂപയായി വർദ്ധിപ്പിച്ചു. ഞങ്ങൾ അടിവരയിട്ട് പറയുന്നു, ഈ ഗവൺമെന്റ് പോകുന്നതിന് മുമ്പ് അത് 2500 ആക്കി കേരളത്തിൽ വർദ്ധിപ്പിക്കും. അതിൽ ആർക്കും വേണ്ട. ഇനി ഇപ്പൊ കുടിശ്ശികയുള്ള ഒരു മാസത്തെ പണം, അതിലേക്കാണ് വരുന്നത്. ഒരു മാസത്തെ പണം ജനത്തിന്റെ കയ്യിലെത്തി. വിഷുവോടുകൂടി കുടിശ്ശിക തീർത്തു കൊടുക്കും. വിഷുവിന് ശേഷം എല്ലാ മാസവും ആളുകളുടെ കയ്യിൽ ഞങ്ങൾ പെൻഷൻ എത്തിക്കും. ഒരു കാര്യം ഞാൻ കോൺഗ്രസിന്റെ സഹോദരന്മാരോട് ചോദിക്കുന്നു, എന്തുകൊണ്ട് പെൻഷൻ മുടങ്ങി നിങ്ങൾ അന്വേഷിച്ചിട്ടുണ്ടോ? എന്തുകൊണ്ട് പെൻഷൻ മുടങ്ങി? ഈ കേരളത്തിൽ നിന്ന് 1 രൂപ നികുതി പിരിക്കുമ്പോൾ 1 രൂപ നികുതി പിരിക്കുമ്പോൾ ഈ കേരളത്തിന് 25 പൈസ പോലും കേന്ദ്രം തരുന്നില്ല. കേരളത്തിന് തരുന്നില്ല എന്ന് പറഞ്ഞാൽ എനിക്കും നിങ്ങൾക്കും തരുന്നില്ലെന്നാണ്, അല്ലാതെ LDF ഗവൺമെൻറ്റിന് തരുന്നില്ല എന്നല്ല. എനിക്കും നിങ്ങൾക്കും കിട്ടേണ്ട പണം BJP തരുന്നില്ല. 1 രൂപ നികുതി പിരിക്കുമ്പോൾ 25 പൈസ പോലും തരുന്നില്ല എന്നുള്ള യാഥാർത്ഥ്യം നിൽക്കുമ്പോൾ നിങ്ങൾ ഈ BJPയോടൊപ്പം ചേർന്ന് ഞങ്ങളെ ഇങ്ങനെ കൂവിത്തോപ്പിക്കാൻ ശ്രമിക്കുന്നതിന്റെ രാഷ്ട്രീയം എന്താണ്? നിങ്ങളൊന്ന് വിശദീകരിക്കുക. ആളുകളിലേക്ക് വരാം. വേഗം സംസാരിക്കും. കോൺഗ്രസിൻ്റെ പ്രതിനിധി പറഞ്ഞ പോലെ നാളെ ഒരു ചാനൽ ചർച്ചയിൽ ഞാൻ കേട്ടു, ഇന്ത്യയിലെ ഏറ്റവും ശക്തനായ നേതാവാരെന്ന് വെച്ചപ്പോൾ അത് നരേന്ദ്രമോദിയാണെന്നാണ് ശശി തരൂർ ഒരു അഭിമുഖത്തിൽ പറയുന്നത്.
അപ്പോൾ രാഹുൽ ഗാന്ധി മൈക്ക് ചേർത്ത് വെച്ച് സംസാരിക്കും. രാഹുൽ ഗാന്ധി അത്രയ്ക്കുള്ള ശക്തനായ നേതാവല്ലേ? ഞങ്ങളല്ല പറഞ്ഞ, നിങ്ങളുടെ നേതാവ് പറഞ്ഞതാണ്. പാലത്തിൻ്റെ വർക്ക് നടക്കുന്നു നമ്മുടെ ഭാഗത്ത്, അത് ശശി തരൂരിൻ്റെ ഫണ്ടാണെന്ന് പറയുന്നു. അപ്പോൾ ഇവിടെയുള്ള എല്ലാ ഫണ്ടുകളും LDF ചെയ്ത ഫണ്ടുകളെല്ലാം ശശി തരൂരിൻ്റെ ഫണ്ടായി വ്യാഖ്യാനിക്കുന്ന രീതിയാണ് ഇവിടെ പറഞ്ഞു പോകുന്നത്. ശശി തരൂർ MP എന്ന നിലയിൽ പ്രവർത്തനം എങ്ങനെയുണ്ടായിരുന്നു? അതിലുള്ള വിയോജിപ്പ് ശക്തമായിട്ടുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. വിയോജിപ്പുണ്ട്. അതുമല്ല, ഈ പറഞ്ഞ നേരത്തെ ഇവരുടെ ചർച്ചയിൽ വന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ, ബാഴ്സലോണ നഗരമാക്കി മാറ്റുന്നതായാലും ഹൈക്കോടതി ബെഞ്ചായാലും ശരി തന്നെ, എടുത്തു പറഞ്ഞ കാര്യങ്ങളെല്ലാം ഇവിടെ നടപ്പിലാക്കിയില്ല എന്നുള്ളതാണ് നമ്മുടെയൊക്കെ എൻ്റെ ചോദ്യം BJP പ്രതിനിധിയോടാണ്. നിങ്ങൾ ഈ എല്ലാ പോസ്റ്ററുകളിലും മോദിയുടെ ഗ്യാരണ്ടിയും ചോദിക്കുന്നു. നിങ്ങൾ എന്താണ് ഈ മോദിയുടെ ഗ്യാരണ്ടി? 2020 ട്രംപ് ഗുജറാത്തിൽ വന്നപ്പോൾ ഒരു ചേരി കാണാതിരിക്കാൻ വേണ്ടി നീണ്ട മതിൽ കെട്ടി അടച്ചതാണോ മോദിയുടെ ഗ്യാരണ്ടി? അതോ ഇനി കേരളത്തിലും MP മാരുണ്ടായാൽ നിങ്ങൾ ഇവിടെ എന്തിൻ്റെ പ്രതിമയാണ് ഉണ്ടാക്കുന്നത്, ഇതിനാണോ ഗ്യാരണ്ടി? ബഹുമാനപ്പെട്ട UDFൻ്റെ പ്രതിനിധിയോടാണ്. ഒരു കേന്ദ്രമന്ത്രിയായിട്ട് 5 വർഷവും MP ആയിട്ട് 10 വർഷം നിന്ന് മൊത്തം 15 വർഷം ഉണ്ടായിട്ടും ഒരു പുസ്തകം അടിച്ചു വെച്ചിട്ട് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്ന് കാണിക്കുന്നതും, നിയമമന്ത്രിയായിട്ടിരുന്ന BJPയുടെ രാജഗോപാലേട്ടന് ഒന്നും സാധിക്കാൻ പറ്റില്ലെങ്കിൽ 3 വർഷം കൊണ്ട് എന്തെങ്കിലും ചെയ്ത LDFൻ്റെ സ്ഥാനാർത്ഥി പന്ന്യൻ സഹാബിനെ ചെയ്തത് അക്കം വിട്ട് പറയാവുന്നതേ ഉള്ളൂ. ഈ ഹൈക്കോടതി ബെഞ്ചിന് വേണ്ടിയിട്ട് പന്ന്യൻ രവീന്ദ്ര സഖാവ് ആദ്യമായിട്ട് 3 വർഷം ബൈ ഇലക്ഷനിൽ കൂടി വന്നപ്പോൾ തുടക്കം ഇട്ടതും പ്രവർത്തിച്ചതും പല ആൾക്കാരുടെ അടുത്ത് പോയതും പന്ന്യൻ സഖാവ് തന്നെയാണ്. അതിൽ മാറ്റമൊന്നുമില്ല. ഇനി രണ്ടാമത്തെ കാര്യം ഹൈമാക്സ് വികസനത്തിന്റെ കാര്യം പറയാം. ഹൈമാക്സ് അല്ലാതെ ഒരു വികസനം തന്നെ ഇവിടെ ഉണ്ടായിട്ടില്ല. ബാക്കി കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് അതിലോട്ട് പോകുന്നില്ല. അപ്പൊ അതുകൊണ്ട് കേരളം വിട്ട ഒന്നെന്ന് പറഞ്ഞുകൊണ്ട് ഒരു ചോദ്യം കൂടെ ചോദിക്കുകയായിരിക്കുന്നു. വർക്കിംഗ് കമ്മിറ്റിയുടെ ആലപ്പുഴ മത്സരിക്കുന്ന വേണുഗോപാലേട്ടൻ KC വേണോട്ട് രാജസ്ഥാനിലെ MP സ്ഥാനം വിട്ടിട്ട് ഇവിടെ മത്സരിക്കേണ്ടതെന്ന് ആദ്യം നേതാവിനോട് പറയണമായിരുന്നു. കേരളം വിട്ട ഞങ്ങൾ ഒന്നാ. ഇന്ത്യ മുന്നണി അത് 20 സീറ്റ് ഇവിടെ നിന്ന് ആര് പോയാലും ഞങ്ങൾ ഒന്നാണെന്നുള്ള ചോദിച്ചോണ്ട് പറയുന്നത്. വയനാട് ഈ തെരഞ്ഞെടുപ്പ് രംഗത്ത് പലയിടത്തും സഞ്ചരിക്കുമ്പോൾ കിട്ടുന്ന ഒരു വർത്തമാനത്തിലെ പ്രധാനം അതാണ്. നിങ്ങളൊരു സ്ഥാനാർത്ഥിയെ നിൽക്കുന്നത് തോക്കാനല്ല, ഒരു മുന്നണിയും നിർത്തുന്നത് അങ്ങനെയല്ല. KC വേണുഗോപാൽ വിജയസാധ്യത കണ്ട് നിങ്ങൾ ആലപ്പുഴയിൽ മത്സരിപ്പിക്കുന്നു. അതിനോട് ഇടതുമുന്നണിയും BJPയും ഇവിടെ ഫൈറ്റ് ചെയ്യുന്നുണ്ട്. ആ നിലയിൽ മത്സരം നടക്കുന്നു. പക്ഷേ ജയിച്ചാൽ ക്ലോസ് ആണ്. ജയിച്ചാൽ നിങ്ങളോട് രാജ്യസഭാ സീറ്റ് ഫ്രീ ആയിട്ട് BJPക്ക് കൊടുക്കുകയാണ്. അവിടെ രാജസ്ഥാനിൽ താമര വിരിയുന്നതിന് കേരളത്തിലെ തെരഞ്ഞെടുപ്പ് രംഗത്ത് കോൺഗ്രസ് കൈയയച്ച് സഹായിക്കുകയാണോ എന്ന ചോദ്യം നേരിടുന്നത് KC വേണുഗോപാലാണ്. ചെറിയ നേതാവൊന്നുമല്ല. മറുപടി ഉണ്ടല്ലോ. വയനാടുള്ള ബഹുമാനപ്പെട്ട രാഹുൽ ഗാന്ധി ഒരു കേരള കോൺഗ്രസിന്റെ വക്താവായിട്ട് ഇവിടെ നിർത്തുന്നതിനോടും BJPയിൽ അതൊന്നും അന്വേഷിക്കേണ്ടത്. 20 പേര് ഞങ്ങൾ ഇന്ത്യ മുന്നണി എന്ന് പറഞ്ഞതുകൊണ്ടാണ്. കഴിഞ്ഞ 9 വർഷം കൊണ്ട് NDA സർക്കാർ ഭരിച്ചിട്ട് എത്ര രൂപയാണെന്ന് ഞാൻ പറയേണ്ട ആവശ്യമില്ല. 110 രൂപ കടന്ന് 120 രൂപ വരെ ശരാശരി പോയ കാലഘട്ടമുണ്ട്. നിങ്ങൾക്ക് മനസ്സിലാക്കാം. 60 വർഷം 65 അല്ലെ 60 വർഷം കോൺഗ്രസ് ഭരിച്ചിട്ട് ഓരോ വർഷം ഓരോ രൂപ വെച്ച് കൂടിയാലും 70 വർഷം ഭരിക്കുമ്പം 70 രൂപ മാത്രമേ ഉള്ളൂ. 9 വർഷം ഭരിച്ചിട്ട് ഓരോ വർഷം എത്ര രൂപ വെച്ച് കൂടിയാലാണ് അതിൽ നിന്ന് ഇരട്ടി 120 രൂപ ആവുന്നത്? ഓരോ വർഷം 6 രൂപയെങ്കിലും കൂടണ്ടേ? അപ്പോൾ ആരുടെ ഭരണമാണ് ഏറ്റവും മികച്ചതായിട്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ സാധിക്കുക? ഇനി CPM പ്രതിനിധി പറഞ്ഞത് നവ ലിബറൽ നയങ്ങളുമായി ബന്ധപ്പെട്ട അപ്പോഴും പ്രശ്നമുണ്ട്. ഈ പെട്രോളിന്റെ വില നിർണയ അവകാശം നിങ്ങളെടുത്ത് എണ്ണ കമ്പനികൾക്ക് മൻമോഹൻ സിംഗിന്റെ കാലത്ത് കൊടുത്തു. അത് കണ്ടുപിടിച്ചിട്ടാണ് മോദി വന്ന് ഡീസലും കൂടി എടുത്ത് കളഞ്ഞത്. മനസ്സിലായില്ലേ? നിങ്ങളൊരു വഴി വെട്ടിക്കൊടുത്തു. അതിലെ നല്ല സ്മൂത്ത് ആയിട്ട് അവർക്ക് ഇഷ്ടമുള്ളതുപോലെ അവർ ഡീസലിന്റെയും വില നിർണയാധികാരം എടുത്ത് കളഞ്ഞു. അതാ ഞാൻ പറഞ്ഞു. അങ്ങനെ മാർഗദർശിയായി മാറി മൻമോഹൻ സിംഗ് സർക്കാർ. അതെ. ഇന്ന് നമ്മുടെ പെട്രോൾ വില വർധന ഇത്രയും കൂടി നിൽക്കുന്ന ടാക്സിനാണ് അധികമായിട്ടല്ലേ? അതെ, അത് പിന്നീട് സംഭവിച്ചതാണ്. ടാക്സ് പോകുന്ന ആർക്കാണ്? കോൺഗ്രസ് അനുഭാവിയോ പ്രവർത്തകനോ ആണെന്ന് മനസ്സിലാക്കിയാണ് ഞാൻ പറയുന്നത്. അങ്ങനെ മൻമോഹൻ സിംഗ് സർക്കാർ ഒരു വഴി ഓപ്പണിംഗ് ഇട്ടുകൊടുത്തു. അതിൽ മോദി സർക്കാർ ഉറപ്പായിട്ടും അല്ല, ആ ടാക്സ് പോകുന്നു. ഇപ്പം നിങ്ങൾക്ക് ഞാൻ പറയാം, അന്താരാഷ്ട്ര തലത്തിൽ ക്രൂഡ് ഓയിലിന് $140 വില ഉണ്ടായിരുന്ന സമയത്താണ് കോൺഗ്രസ് സർക്കാർ സബ്സിഡി കൊടുത്തുകൊണ്ട് 70 രൂപയ്ക്ക് കൊടുത്തത്. എല്ലാവർക്കും അറിയാവുന്ന. പക്ഷേ ഇന്ന് അങ്ങനെയല്ലല്ലോ. ഇന്ന് നമുക്ക് 50 രൂപ കൊടുക്കാൻ പറ്റും. പക്ഷെ അത്രയും ടാക്സ് അത് പെട്രോളിന്റെ കാര്യത്തിൽ മാത്രമല്ല. അവസാനിപ്പിക്കുക. ഒറ്റ ചോദ്യം മാത്രം. നിങ്ങൾ അധികാരത്തിൽ വന്നാൽ, അങ്ങനെയാണല്ലോ നമ്മളിപ്പോൾ കണക്കാക്കുന്നത്, നിങ്ങൾ അധികാരത്തിൽ വന്നാൽ പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില നിർണ്ണയ അവകാശം എണ്ണ കമ്പനികളെ ഏൽപ്പിച്ച BJP നയം പുനഃപരിശോധിക്കുമോ?
അതെ, പാർട്ടി തീരുമാനിക്കുമെന്ന് ചോദിച്ചത്. നിങ്ങൾ പാർട്ടിയാണല്ലോ, ഉണ്ടല്ലേ ചോദിച്ചത്. തീരുമാനിക്കുമെന്ന് ചോദിച്ചത്. നിങ്ങളത് പുനഃപരിശോധിച്ചാൽ ഈ പ്രശ്നം എന്തേലും. ഉറപ്പായിട്ടും അതാ ഞാൻ പറഞ്ഞത്, നിങ്ങളെ സമ്മതിച്ചാൽ നമ്മളെ കൊണ്ടൊന്നും കൂടിയാ കൂട്ടുന്ന ഏർപ്പാടല്ലത്. അത് ഈ വലിയ കമ്പനികളാണ് ഈ നാട്ടിൽ തീരുമാനിക്കുന്നത്. ഉറപ്പായിട്ടും ശശി തരൂർ 15 വർഷം ഇവിടെ എന്തു ചെയ്തു എന്നുള്ള ചോദ്യത്തിന് അവർ വിഴിഞ്ഞം പോർട്ട്, കഴക്കൂട്ടം ബൈപ്പാസ്, ഇങ്ങനെ കുറേ കാര്യങ്ങൾ പറയാറുണ്ട്. അപ്പോൾ എൻ്റെ ചോദ്യം എന്ന് പറയുന്നത്, ഇത് ശശി തരൂർ എന്ന് പറയുന്ന MP-യുടെ സാമർത്ഥ്യത്തിൽ ഇവിടെ വന്നതാണെങ്കിൽ അദ്ദേഹം ഇതിനു വേണ്ടി എടുത്ത സ്റ്റെപ്പ്, നടപടി, അത് എന്താണെന്ന് UDF-ന്റെ പ്രതിനിധി വ്യക്തമാക്കണം. തിരുവനന്തപുരത്ത് കൊണ്ടുവന്നിട്ടുള്ള വികസനങ്ങൾ, അത് കാരോട് ബൈപ്പാസ് ആകട്ടെ, അതോടൊപ്പം തന്നെ വിഴിഞ്ഞം തുറമുഖമാകട്ടെ, RCC ദേശീയ നിലവാരത്തിൽ ഉയർത്തുന്നതാകട്ടെ, ഇതെല്ലാം തന്നെ ഇവിടുത്തെ MP-ക്ക് ഇതുമായി ബന്ധപ്പെട്ട് യാതൊരു പങ്കുമില്ല. കാരണം ഇത് ഞാൻ പറയുന്നതല്ല, പാർലമെൻറ്റ് രേഖകളെടുത്ത് പരിശോധിച്ചാൽ ഇവിടുത്തെ 15 വർഷമായി നമ്മുടെ MP 115 ചർച്ചകളിലാണ് ലോകസഭയിൽ പങ്കെടുത്തിട്ടുള്ളത്. 259 ചോദ്യങ്ങൾ അദ്ദേഹം ഉന്നയിച്ചിട്ടുണ്ട്. 39 സർക്കാർ ബില്ലുകൾ അവതരിപ്പിക്കുകയും ചെയ്തു. ഇതിലൊന്നും തന്നെ തിരുവനന്തപുരത്തിൻ്റെ വികസനത്തിന് വേണ്ടി, അല്ലെങ്കിൽ വിഴിഞ്ഞമാകട്ടെ, ബൈപ്പാസ് ആകട്ടെ, RCCയെ ദേശീയ നിലവാരത്തിലാക്കുന്നതാകട്ടെ, അങ്ങനെ ഇതെല്ലാം തന്നെ ഇതിലൊന്നും ശശി തരൂരിന് പങ്കില്ല. ഇതെല്ലാം തന്നെ നരേന്ദ്രമോദി ഗവൺമെൻറ്റിൻ്റെ രാജ്യത്ത് നടപ്പിലാക്കുന്ന നേട്ടങ്ങളാണ്. മറ്റൊന്ന്, മോദി ഗ്യാരണ്ടി പറഞ്ഞു. മോദി ഗ്യാരണ്ടി, എൻ്റെ പ്രിയ സുഹൃത്ത് മോദി ഗ്യാരണ്ടി പറഞ്ഞു. എനിക്ക് മോദി ഗ്യാരണ്ടി എന്തെന്നൊക്കെ, മോദി ഗ്യാരണ്ടി എന്താണ് എന്ന് ഞാൻ പറയാതെ നിങ്ങൾ ടെലിവിഷൻ കാണുന്ന ആളാണെങ്കിൽ, നിങ്ങളൊരു പത്രം വായിക്കുന്ന ആളാണെങ്കിൽ, നരേന്ദ്രമോദി ഓരോന്നായി അക്കമിട്ട് അദ്ദേഹം പറഞ്ഞു മോഡിയുടെ ഗ്യാരണ്ടി എന്താണെന്ന്. ഇവിടുത്തെ കർഷകന് 6000 രൂപ കൊടുക്കുന്നത് മുതൽ. ഒരു പരസ്യം കണ്ടാണോ നമ്മളൊരു സർക്കാരിനെ ഉള്ളിലേക്ക് എടുക്കുന്നത്? നമ്മുടെ ജീവിതാനുഭവങ്ങളിൽ നിന്നല്ലേ. നമ്മൾ ജീവിക്കുന്ന അനുഭവത്തിൽ ഒരു രാജ്യത്തിന്റെ ജനാധിപത്യ സംവിധാനത്തെ ദുർബലപ്പെടുത്താൻ ശ്രമിക്കുക, ഭരണഘടനയെ അപകടത്തിലാക്കാൻ ശ്രമിക്കുക, ഒരു മതത്തെ പൗരത്വത്തിന്റെ അടിസ്ഥാനപ്പെടുത്താൻ ശ്രമിക്കുക, ഇതെല്ലാം വരുന്നത് നിൽക്കുമ്പോൾ നിങ്ങൾ ഈ പറയുന്നത് ഒരു പരസ്യം കണ്ട് മോദി സർക്കാരിനെ ഉള്ളിലെടുത്തോണം എന്നാണോ? അല്ല, നിങ്ങൾ CA കാര്യം പറയുമ്പോൾ പൗരത്വ ഭേദഗതിയുമായി ബന്ധപ്പെട്ട് നമ്മുടെ രാജ്യത്ത് ജീവിക്കുന്ന ഏതെങ്കിലും ഒരു മതവിഭാഗത്തിന് അതുമായി ബന്ധമുണ്ടോ? അല്ലല്ല. 2014 ഡിസംബറിന് മുമ്പ് ഈ രാജ്യത്ത് കുടിയേറി പാർത്തിട്ടുള്ള സിഖുകാർക്ക്, ഹിന്ദുക്കൾക്ക്, ക്രിസ്ത്യാനികൾക്ക്, ബുദ്ധന്മാർക്ക്, ജൈനന്മാർക്ക് അടക്കമുള്ള ആൾക്കാർ വിട്ടുപോയൊരു വിഭാഗമുണ്ട്. അതാണ് പ്രശ്നം. അല്ല, ഞാനത് പറയട്ടെ, ഞാൻ പൂർത്തീകരിച്ചു തരാം. മാത്രമല്ല, ഇന്ത്യൻ ഭരണഘടനയ്ക്ക് അനുസരിച്ച് ചരിത്രത്തിൽ മതം ഒരു ഘടകമാകുന്നത് ഇതുവരെ ഇന്ത്യ രാജ്യത്തിന്റെ പൗരത്വത്തിന് മതം ഒരു ഘടകമേ അല്ല. ഏതെങ്കിലും ഒരു വിഭാഗത്തിന് ആശങ്കയുണ്ടെങ്കിൽ പുറകെ വരാൻ പോകുന്ന പൗരത്വ രജിസ്റ്റർ, ആ പൗരത്വ രജിസ്റ്റർ രാജ്യത്തെ മതന്യൂനപക്ഷങ്ങളെ സംബന്ധിച്ചുണ്ടാക്കുന്ന ആശങ്കകൾ. ഞാൻ പറയട്ടെ, ശ്രീലങ്കയിൽ മതപരമായി പീഡിപ്പിക്കപ്പെടുന്നവർക്ക് സംരക്ഷണം വേണ്ടേ? അല്ല, ശ്രീലങ്കയിൽ നമ്മുടെ രാജ്യത്ത് ഒരു നിയമമുണ്ടല്ലോ, ആ നിയമത്തിലെ പ്രശ്നങ്ങളാണ് ഞാൻ പറയുന്നത്. ആ നിയമത്തിൽ വരുത്തിയിട്ടുള്ള ഭേദഗതി, അതിനനുസൃതമായി വന്ന ചട്ടങ്ങൾ, ഇതാണ് രാജ്യത്ത് ഇപ്പോൾ ഏറ്റവും വലിയ പ്രശ്നമായി. 11 വർഷം നമ്മുടെ രാജ്യത്ത് ജീവിച്ച ഏതൊരു പൗരനും സാധാരണഗതിയിൽ പൗരത്വം ലഭിക്കും. മറ്റത് ഞങ്ങൾ ഒരു മതത്തിന്റെ അടിസ്ഥാനത്തിൽ രാജ്യം വിഭജിക്കപ്പെട്ടപ്പോൾ ആ രാജ്യത്ത് ന്യൂനപക്ഷമായി ജീവിക്കുന്ന ആൾക്കാരുടെ അവരെ സംരക്ഷിക്കാനുള്ള ബാധ്യത ഇന്ത്യക്കുണ്ട്. അതുകൊണ്ടാണ് CA കൊണ്ടുവന്നത്. അല്ല, ഇന്ത്യ വിഭജിക്കപ്പെടുമ്പോഴും പാകിസ്ഥാൻ മാത്രമേ പാകിസ്ഥാൻ മാത്രമേ മതരാഷ്ട്രമായുള്ളൂ. ഇന്ത്യ മതനിരപേക്ഷ മതരാഷ്ട്രമല്ല. ഇന്ത്യ ഒരു മതേതര രാഷ്ട്രമാണ്. അവിടെയാണ് ഈ രാജ്യത്തിന്റെ പേര് പോലും നിർണ്ണയിക്കുന്നതിൽ ഒരു മതരാഷ്ട്രത്തിന്റെ ഛായ വരാതിരിക്കാൻ ഒഴിവാക്കിയ പേരുകളുണ്ട്. ഇന്ത്യയുടെ ഭരണഘടനയുടെ പ്രിയാമ്പിൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്, വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ, വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ. പാകിസ്ഥാൻ ഉപയോഗിച്ചത് മതത്തിന്റെ പേരിലാണ്. പക്ഷേ ഇന്ത്യ ഇപ്പോഴും മതേതര രാഷ്ട്രമായിട്ടാണ് നിലനിൽക്കുന്നത്. അതെ, അല്ലേ? അത് കൃത്യമായ ഒരു മതേതര രാജ്യം തന്നെയാണ് ഇന്ത്യ. അക്കാര്യത്തിൽ ഇവിടെ ആർക്കും സംശയം വേണ്ട. മതേതര രാജ്യം തന്നെയാണ് ഇന്ത്യ. ഇവിടെ CA വിഷയത്തിൽ നിങ്ങൾ ആരാ? കൃത്യമായി പറയാം, BJPയുടെ ആ നയത്തിനെതിരെ CA വിഷയത്തിൽ ആദ്യമായി പാർലമെന്റിൽ പ്രതികരിച്ചതാരാ?
അതിന് ആ CA വിഷയത്തിൽ ആ നിയമ ഭേദഗതിക്ക് ആദ്യമായി ചർച്ച നടത്തിയത് കേരളത്തിൽ നിന്നുള്ള തിരുവനന്തപുരത്ത് നിന്നുള്ള നമ്മുടെ MP ശശി തരൂരാണെന്ന കാര്യം നിങ്ങൾ ഓർക്കണം. ഈ വിഷയത്തിൽ ഇവിടെ വികസനത്തെ പറ്റി പറഞ്ഞു, വികസന വിരോധികളാണെന്ന് പറഞ്ഞു. ഞാനൊരു കാര്യം കൃത്യമായി പറയാം. ഈ പറയുന്നത് പോലെ കഴക്കൂട്ടം കാരോട് ബൈപ്പാസ്, ആ ബൈപ്പാസിൽ എന്താ ശശി തരൂരിന് എന്തുകൊണ്ടാണ് നിങ്ങൾ പറയുന്നത് ബന്ധമില്ല എന്ന്? പിന്നെ ഇത് ഏത് തരത്തിലാണ് ബന്ധം? 2009 UPA ഗവൺമെന്റ് അവസാന ഘട്ടത്തിൽ ആരംഭിച്ച ആ പ്രവർത്തനം, അതിന്റെ ചർച്ചകൾ, അതിന്റെ തുടക്കമാണ് ഇന്നത്തെ കഴക്കൂട്ടം കാരോട് ബൈപ്പാസ്. അക്കാര്യത്തിൽ സംശയം വേണ്ട, ഒരു സംശയം വേണ്ട. ഞാൻ പറയട്ടെ, ഒരു പാർലമെന്റ് മണ്ഡലത്തിൽ ഞാൻ പറയട്ടെ, നടപടിക്രമങ്ങൾ വിശദീകരിക്കാൻ പറയുന്നുണ്ട്. ഞാൻ പറയട്ടെ, എംപിയുടെ മറുപടി പറയാന്നേ. ഒരു സംശയം, നിങ്ങൾ എന്തിനാ ഭയപ്പെടുന്നത്? മറുപടി പറയാൻ നോക്കി. നിങ്ങളുടെ ചോദ്യങ്ങൾക്കുള്ള മറുപടി എല്ലാം തരും, ഒരു പ്രശ്നമില്ല അതിനകത്ത്. കഴക്കൂട്ടം കാരോട് ബൈപ്പാസ് കൃത്യമായി 2009 UPA ഗവൺമെന്റ് തുടക്കം കുറിച്ചത്. അന്ന് UPA ഗവൺമെന്റ് ഏറ്റവും അധികം പ്രഷർ ചെലുത്തിയതും ഇതേ ശശി തരൂർ MP തന്നെയാണ്. അതിനകത്ത് നിങ്ങൾക്കൊരു സംശയം വേണ്ട. പിന്നെ അല്ല, എന്ത് ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേന്ദ്ര ഫണ്ട് മുഴുവൻ ഞങ്ങളെ BJP നേതാക്കന്മാരെ വീട്ടിൽ നിന്ന് കൊണ്ടുവരണമെന്ന് പറഞ്ഞാൽ അതൊന്നും ശരി അംഗീകരിക്കാൻ കഴിയില്ല. അല്ല, ഈ പറയുന്ന പോലെ അല്ല, ഞാൻ പറയട്ടെ പെട്രോൾ ഡീസൽ വില വർധനവിനെതിരെ സമരം ചെയ്ത് കാളവണ്ടി ഉരുട്ടിയ ആൾ ഇന്ന് ആറ്റിങ്ങ മത്സരിക്കുക. അവർക്ക് എന്താ മറുപടി ഉള്ളത്? അക്കാര്യത്തിൽ നിന്ന് മറുപടി ഒന്നും പറയണ്ട. ഇവിടെ എന്റെ മറുപടി പറഞ്ഞോട്ടെ, ഞാൻ പറഞ്ഞു പോയാൽ മതി. ഇവിടെ IT നഗരം, IT മേഖലയിൽ ഉണ്ടായിട്ടുള്ള വികസനം, ഏറ്റവും ഒടുവിൽ നിസാൻ ഉൾപ്പെടെയുള്ള കമ്പനികൾ എങ്ങനെ കേരളത്തിലേക്ക് വന്നു, അതിന് ശശി തരൂരിന്റെ ഇടപെടൽ നിങ്ങൾ കാണാതെ പോകരുത്. ഇവിടെ വികസന വിരോധികളാണെന്ന് പറയുന്ന ആളുകൾ ചേട്ടാ, അനിയ വാട്സാപ്പിന്റെ ക്യാപ്സ്യൂളും കൊണ്ടുവന്ന് ഇവിടെ വർത്താനം പറയരുത്. അത് നിങ്ങൾക്ക് കിട്ടുന്ന ക്യാപ്സ്യൂളാണ്. അങ്ങനെ ശശി തരൂരിന്റെ ഞാൻ ഒരു കാര്യം പറയാം. ഇവിടെ ടോറസ് ഹബ്ബ്, ഇവിടെ തിരുവനന്തപുരത്ത് ടോറസ് ഹബ്ബ് കൊണ്ടുവന്നു. കൃത്യമായി ഡോക്ടർ ജയപ്രകാശ് ഉൾപ്പെടെയുള്ള ആളുകൾ സംശയം ചോദിക്കാനാണ്. ഒരു MP വിചാരിച്ചാൽ ഒരു സംസ്ഥാനത്ത് ഇത്തരം നിക്ഷേപങ്ങൾ വരുമോ? ഒരു സംസ്ഥാന ഗവൺമെന്റിന്റെ പിന്തുണയും ഇടപെടലും ഇല്ലാതെ ഏതെങ്കിലും സംസ്ഥാനത്ത് വികസനം വന്ന ചരിത്രമുണ്ടോ നാട്ടിൽ? അല്ല, ഞാനൊരു കാര്യം പറഞ്ഞു. അരുണിനോട് ഞാൻ തിരിച്ചൊരു കാര്യം പറയട്ടെ. ഇവിടെ കോവിഡ് മഹാമാരി വന്നല്ലോ. ഇവിടെ RT-PCR കിറ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കൊണ്ടുവന്നെന്ന് വൈകുന്നേരം 6 മണിക്കുള്ള പത്രസമ്മേളനത്തിൽ പറഞ്ഞത് നിങ്ങളുടെ മുഖ്യമന്ത്രിയാണ്. കോവിഡ് കാലത്ത് ഒരു മൊട്ടുസൂചി തന്ന മനുഷ്യനെയും കൃതജ്ഞതയോടെ നമ്മൾ ഓർമ്മിച്ചിട്ടുണ്ട്. മൊട്ടുസൂചി അത്രേ ഉള്ളൂ. ഞങ്ങളത് ഓർക്കുമ്പോഴും ഈ സംസ്ഥാനത്തിന്റെ പ്രയാസങ്ങളാണ്. BJPയുടെ സ്നേഹിതൻ സുഹൃത്ത് മോദി ഗ്യാരണ്ടിയെ കുറിച്ച് പറഞ്ഞു. മോദി ഗ്യാരണ്ടി പലതവണ നമ്മൾ ചർച്ച ചെയ്തതാണ്. മോദി ഗ്യാരണ്ടിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗ്യാരണ്ടിയാണ് 50 രൂപയ്ക്ക് പെട്രോൾ തരുമെന്ന ഗ്യാരണ്ടി. 50 രൂപയ്ക്ക് പെട്രോൾ തരുന്നുണ്ട്, 1/2 ലിറ്റർ തരുന്നുള്ളൂ എന്നുള്ളതേ ഉള്ളൂ. പെട്രോൾ തരുന്നുണ്ട്, പെട്രോൾ തരുന്നുണ്ട് 50 രൂപയ്ക്ക് 1/2 ലിറ്റർ പെട്രോളേ തരുന്നുള്ളൂ. മറ്റൊരു പ്രധാനപ്പെട്ട മോദി ഗ്യാരണ്ടി പാചകവാതകത്തിന്റെ സബ്സിഡി ബാങ്ക് അക്കൗണ്ട് വഴി തരും എന്നുള്ളതാണ്. ഇപ്പൊ കഴിഞ്ഞ 3-4 വർഷമായി പാചകവാതക സബ്സിഡി ബാങ്ക് അക്കൗണ്ടിലൂടെ ആരും വാങ്ങുന്നില്ല എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. മറ്റില്ല, വാങ്ങുന്നില്ല എനിക്ക് നന്നായി അറിയാം. അതുകൊണ്ടാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അതുകൊണ്ട് അവസാനിക്കുന്നില്ല. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, കള്ളപ്പണം പിടിച്ചെടുത്ത് ഓരോ മനുഷ്യന്റെയും അക്കൗണ്ടിലേക്ക് 15 ലക്ഷം രൂപ കള്ളപ്പണം പിടിച്ചെടുത്ത് ഓരോ മനുഷ്യന്റെയും അക്കൗണ്ടിലേക്ക് 15 ലക്ഷം രൂപ തരുമെന്നൊരു വാഗ്ദാനമുണ്ട്. അതും ഒരു മോദി ഗ്യാരണ്ടിയാണ്. ആ മോദി ഗ്യാരണ്ടിയും നടപ്പായില്ല എന്ന് നമ്മളെല്ലാം മുമ്പിലുണ്ട്. അതുകൊണ്ട് അവസാനിക്കുന്നില്ല. പ്രതിവർഷം 2 കോടി തൊഴിലവസരം മറ്റൊരു മോദി ഗ്യാരണ്ടിയാണ്. 10 വർഷം കൊണ്ട് അങ്ങനെയാണെങ്കിൽ 20 കോടി തൊഴിലവസരം, 20 ലക്ഷം തൊഴിലവസരം പോലും നമ്മുടെ നാട്ടിൽ ഉണ്ടായില്ല എന്നതിൻ്റെ അനുഭവം നമ്മുടെ മുമ്പിലുണ്ട്. മോദി ഗ്യാരണ്ടി പോലൊരു തട്ടിപ്പ് സമീപകാലത്ത് ഇന്ത്യയിലെ ഒരു ഭരണാധികാരിയും ജനങ്ങൾക്ക് കൊടുത്തിട്ടില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യം. മറ്റൊരു കാര്യം, അഖിൽ പറഞ്ഞതുമായി ബന്ധപ്പെട്ട് രണ്ട് കാര്യങ്ങൾ. ഇവിടെ അദ്ദേഹം ചോദിച്ചു, പന്ന്യൻ രവീന്ദ്രൻ MP ആയിരുന്ന കാലത്ത് എന്ത് ചെയ്തു? പന്ന്യൻ രവീന്ദ്രൻ MP ആയിരുന്ന കാലത്താണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്ക് ഉണ്ടാവുന്നത്. പന്ന്യൻ രവീന്ദ്രൻ MP ആയിരുന്ന കാലത്താണ് ഇവിടെ ഐസർ ഉണ്ടാവുന്നത്. പന്ന്യൻ രവീന്ദ്രൻ MP ആയിരുന്ന കാലത്താണ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പേസ് ആൻഡ് റിസർച്ച് എന്ന് പറയുന്ന സ്ഥാപനം ഉണ്ടാകുന്നത്. പന്ന്യൻ രവീന്ദ്രൻ MP ആയിരിക്കുമ്പോഴാണ് കൊച്ചുവേളിയിൽ ഒരു റെയിൽവേ സ്റ്റേഷൻ എന്ന സ്വപ്നം യാഥാർത്ഥ്യമാകുന്നത്. പന്ന്യൻ രവീന്ദ്രൻ MP ആയിരിക്കുമ്പോഴാണ് 11 പുതിയ തീവണ്ടി സർവീസ് ഇവിടെ നിന്ന് ആരംഭിക്കുന്നത്. പന്ന്യൻ രവീന്ദ്രൻ MP ആയിരിക്കുമ്പോഴാണ് നേമത്ത് കോച്ച് ടെർമിനൽ അനുവദിക്കുകയും പിന്നീട് ആ കോച്ച് ടെർമിനൽ അനുവദിക്കുകയും നമ്മുടെ ഇപ്പോഴത്തെ MP-യുടെ പിടിപ്പ് കാരണം അത് മുടങ്ങി പോവുകയും ചെയ്തു. ബാക്കി ഒരുപാടുണ്ട്. ഞാൻ സമയം പറയുന്നില്ല. അതേ തിരുവനന്തപുരത്ത് അല്ലെങ്കിൽ ഈ
പശ്ചാത്തലത്തിൽ നേമം ടെർമിനലിന്റെ ഇപ്പോഴത്തെ അവസ്ഥ വലിയ തോതിൽ അതെ, ചർച്ച നേമം ടെർമിനലില്ല പോയല്ലോ. വളരെ ഗുരുതരമായ കഴിഞ്ഞ സാഹചര്യമാണ് പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് പ്രഖ്യാപിച്ചത്. മുമ്പാണ് പീയൂഷ് ഗോയലിനെ കൊണ്ടുവന്ന് തറക്കല്ലിട്ടു. ആ തറക്കല്ലിട്ടതിനപ്പുറത്ത് ഒന്നും നടന്നില്ല. പാർലമെന്റിൽ ജോൺ ബ്രിട്ടാസ് 4 തവണ ഈ വിഷയം ഉന്നയിക്കുമ്പോഴും തിരുവനന്തപുരം MP കമാന്നർ അക്ഷരം ഈ വിഷയത്തെ സംബന്ധിച്ച് മിണ്ടിയിട്ടില്ല എന്നുള്ളതിന് രേഖകൾ തെളിവുണ്ട്. എൻ്റെ ചോദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ 530/2019 പോലീസ് റാങ്ക് ലിസ്റ്റിന്റെ ഒരു ഏരിയയാണ് ഞാൻ. കേരളത്തിലെ യുവജനങ്ങളുടെ ചോദ്യമാണ് ഞാൻ ചോദിക്കുന്നത്. ഒരു പ്രിലിംസും ഒരു മെയിൻസും നടപ്പിലാക്കി കഴിഞ്ഞാൽ റാങ്ക് ലിസ്റ്റിൽ വരുന്ന മുഴുവൻ വിദ്യാർത്ഥികൾക്കും ജോലി കൊടുക്കുമെന്ന് പറഞ്ഞിട്ട് ഇതുവരെയായിട്ട് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ PSC നിയമനങ്ങൾ നടത്തിയ സംസ്ഥാനമെന്ന് UPSC അംഗീകരിച്ച ഒരു പിണറായി വിജയൻ നിയമസഭയിൽ പറഞ്ഞു നിയമനം കൊടുക്കുമെന്ന്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ PSC നിയമനങ്ങൾ നടത്തിയ സംസ്ഥാനമെന്ന് UPSC സാക്ഷ്യപ്പെടുത്തിയ ഒരു ഗവൺമെന്റിനെ കുറിച്ചാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ PSC നിയമനങ്ങൾ ഏതെങ്കിലും ഒരു റാങ്ക് ലിസ്റ്റിനെ വെച്ചിട്ട് ഒരു ഗവൺമെന്റിന്റെ നയത്തെ വിലയിരുത്തരുത്. അത് തന്നെയല്ലേ അദ്ദേഹം പറഞ്ഞത്? നോ അത് തന്നെയാണ് അദ്ദേഹം അത് തന്നെയല്ലേ പറഞ്ഞത് അരുൺ? ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ PSC നിയമനങ്ങൾ നടന്ന സംസ്ഥാനമാണ് കേരളം. അത് UPSC സാക്ഷ്യപ്പെടുത്തിയതാണ്. ആ UPSC സാക്ഷ്യപ്പെടുത്തിയ ഒരു സംസ്ഥാന ഗവൺമെന്റിനെ ഏതെങ്കിലും ഒരു റാങ്ക് ലിസ്റ്റിനെ ചാരി ഇങ്ങനെ വിമർശിക്കുന്നതിന്റെ ന്യായം രാഷ്ട്രീയമല്ലാതെ മറ്റൊന്നാണ്. കേരളത്തിലെ യുവജന സമൂഹത്തിന് തൊഴിലുമായി ബന്ധപ്പെട്ട് നിരവധിയായിട്ടുള്ള ചോദ്യങ്ങളുണ്ട്. അത് കഴിഞ്ഞ 10 വർഷക്കാലം നരേന്ദ്രമോദി സർക്കാർ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന തൊഴിലാളി വിരുദ്ധ യുവജന വിരുദ്ധ നയങ്ങളെല്ലാം തന്നെ ഈ നാട്ടിൽ ചർച്ചാ വിഷയമായി കൊണ്ടിരിക്കുകയാണ്. ഈ 10 ലക്ഷത്തിലധികം തസ്തികകൾ ഒഴിഞ്ഞുകിടക്കുന്നതെല്ലാം നമുക്കറിയാവുന്ന കാര്യമാണ്. പാർലമെന്റിൽ തന്നെ ജിതേന്ദ്ര സിംഗ് ഉൾപ്പെടെയുള്ളവർ അതിൻ്റെ എല്ലാ രേഖകൾ പറഞ്ഞതുകൊണ്ട് പകൽ വെളിച്ചമായി നമ്മുടെ കൺമുന്നിലെല്ലാം ഉണ്ട്. എനിക്ക് ചോദിക്കാൻ വേണ്ടിയിട്ടുള്ളത് കോൺഗ്രസിൻ്റെ പ്രതിനിധിയോടാണ്. ഇന്നത്തെ ദിവസങ്ങളെല്ലാം തന്നെ മാധ്യമങ്ങളെല്ലാം ചർച്ച ചെയ്യപ്പെടുന്നത് കോൺഗ്രസും BJPയും അളിയന്മാരാണ് എന്നുള്ള ഒന്നും കൂടെ ദൃഢമായിട്ടുള്ള കാര്യങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. രാഹുൽ ഗാന്ധിയുടെ അളിയന് പ്രിയങ്ക ഗാന്ധിയുടെ ഭർത്താവുമായിട്ടുള്ള വ്യവസായി ഈ മറ്റേ ഇലക്ട്രൽ ബോണ്ടിലൂടെ അഴിമതിയായിട്ടുള്ളതാണ്. അപ്പോൾ അത് ഇപ്പോൾ ഈ കോൺഗ്രസും BJPയും പിന്നെയും അളിയന്മാരായിട്ട് തന്നെ തുടങ്ങുന്ന ബന്ധങ്ങളുണ്ട് എന്നുള്ളത് തന്നെയാണ് പുറത്തു വരുന്നത്. ഇലക്ട്രൽ ബോണ്ട് നിങ്ങൾ ഒരുമിച്ച് മത്സരിക്കുന്നത് ഞങ്ങൾ എങ്ങനെയാണ്? അല്ല, കോൺഗ്രസ് അഴിമതി കാണിക്കുന്നു, BJPക്ക് കോടികൾ കൈക്കൂലിയെ കൊടുക്കുന്നു. അതിനുള്ള ഉപാധിയായി ഇലക്ട്രൽ ബോണ്ടിനെ മാറ്റുകയാണ്. കേന്ദ്രത്തിൽ ഒരു ഗൗരവ രാഷ്ട്രീയ പ്രശ്നമുണ്ട്. പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാക്കൾ അഴിമതി നടത്തുമ്പോൾ അവർ പാർട്ടി വിട്ട് BJPയിലേക്ക് പോകുന്നു. EDയുടെയും CBIയുടെയും അന്വേഷണത്തിന് പൂട്ടുവീഴുന്നു. നിരവധിയായ ഉദാഹരണങ്ങൾ വാർത്തകളിൽ നിരന്തരം വരുന്നു. രാഹുൽ ഗാന്ധിയുടെ അളിയൻ റോബർട്ട് വാദ്രയുടെ ഭൂമി തട്ടിപ്പ് കേസ് തന്നെ ഇലക്ട്രൽ ബോണ്ട് വഴി കോടികൾ കൊടുത്തതോടെ ആ കേസ് അവസാനിപ്പിക്കുന്നു. ഈ രീതിയിലുള്ള ദേശീയ സാഹചര്യമാണ് ആ സുഹൃത്ത് ചോദിച്ചത്. നിങ്ങളിലേക്ക് 3 പേരിലേക്ക് ഇലക്ട്രൽ ബോണ്ടുമായി ബന്ധപ്പെട്ട് ആദ്യത്തെ വലിയ പങ്ക് പറ്റിയത് BJP തന്നെയല്ലേ? ആ ക്രെഡിറ്റ് അവർക്ക് കൊടുക്കുക, അവർ പറയട്ടെ. ഈ ഇലക്ട്രൽ ബോണ്ടുമായി ബന്ധപ്പെട്ട് വളരെ സുതാര്യമായി ഈ രാജ്യത്ത് രാഷ്ട്രീയ പാർട്ടികൾക്ക് പൈസ സംഭാവന ചെയ്യുമ്പോൾ അതിനൊരു സുതാര്യത വേണമെന്ന് ഗവൺമെൻറ് ആഗ്രഹിച്ചതിൻ്റെ ഫലമായി KYC എന്ന് പറഞ്ഞ മാനദണ്ഡം ആ മാനദണ്ഡത്തിൻ്റെ അടിസ്ഥാനത്തിൽ SBI വഴിയാണ് ഈ ഇലക്ട്രൽ ബോണ്ട് നൽകിയിട്ടുള്ളത്. ഞാൻ പറയട്ടെ, BJPക്ക് പണം തന്നത് ആരൊക്കെയാണ്? BJPക്ക് പണം തന്നത് ആരാണ്? അല്ല, സുതാര്യതയുണ്ട്. സുതാര്യത എന്ന് പറഞ്ഞാൽ കൊടുക്കുന്നവന്റെ പണം പേരുമില്ല, വാങ്ങുന്നവന്റെ പേരുമില്ല. അതാണ് സുതാര്യത. കൊടുക്കുന്നവന്റെയും വാങ്ങുന്നവന്റെയും പേരില്ലാത്ത പുതിയ ഏർപ്പാടാണ് സുതാര്യത എന്ന് പറയുന്നത്. എങ്ങനെയാണ് സുഹൃത്തെ ഇന്നും അതൊരു സുതാര്യത പറയുന്നത്? അതിന്റെ പ്രശ്നം സുതാര്യതയില്ലായ്മയാണ്. സുപ്രീം കോടതി തന്നെ പറഞ്ഞു. തർക്കം പോലും സാധ്യമല്ല. എന്താണ്? ചെവിക്ക് പിടിച്ച് SBI കൊണ്ട് കണക്കുകൾ അവതരിപ്പിച്ചു. SBIയെ കൊണ്ട് ചെവിക്ക് പിടിച്ച് വിവരങ്ങൾ എത്തിച്ചത് ഒന്നുമല്ല. അങ്ങനെയല്ല, ഞാൻ പറയാം. ഇലക്ട്രൽ ബോണ്ട് റദ്ദ് ചെയ്തിട്ടില്ല. ഇലക്ട്രൽ ബോണ്ട് വഴിയാണ് രാഷ്ട്രീയ പാർട്ടി പൈസ വാങ്ങാറുള്ളത്. CPM സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, അവർക്ക് പൈസ അവർക്ക് പൈസ കണക്കുകളില്ല. കാരണം നമുക്കറിയാം, ഇവിടെ രാഷ്ട്രീയ പാർട്ടി വെക്കുകയാണെങ്കിൽ, രാഷ്ട്രീയ പരിപാടി വെക്കുകയാണെങ്കിൽ അവർ പലരിൽ നിന്നും ബക്കറ്റ് വീട് പൈസ വാങ്ങും. അതിനൊന്നും കണക്കില്ല. പക്ഷേ BJP സംബന്ധിച്ചിടത്തോളം ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ ലീഗലൈസ്ഡ് ലൂട്ടിംഗ് നടത്താൻ ശ്രമിച്ചപ്പോൾ സുപ്രീം കോടതി റദ്ദു ചെയ്തു. BJPയെ സംബന്ധിച്ചിടത്തോളം രാജ്യത്തെ വിൽക്കും,
വിൽക്കുന്നതിന്റെ കമ്മീഷൻ അത് ബോണ്ടായി വാങ്ങും. അത്രേ ഉള്ളൂ. സുപ്രീം കോടതി ഡയറക്റ്റ് എടുത്തതല്ല. അല്ല, ഞാൻ മറുപടി പറയട്ടെ. ഇവിടെ അതാ ഇലക്ട്രൽ ബോണ്ട്, അതാ ഇലക്ട്രൽ ബോണ്ട്. ഒരു- സുപ്രീം കോടതി പറഞ്ഞില്ലേ ഇലക്ട്രൽ ബോണ്ട് ഓരോ കമ്പനിയും ഈ രാജ്യത്ത് ഈ CPM-ന്റെയും BJP-യുടെ അന്തർനാടകമൊക്കെ ഞങ്ങൾക്ക് മനസ്സിലായിട്ടുള്ള പൊതുസമൂഹത്തിന് കൃത്യമായി മനസ്സിലാക്കിയിട്ടുണ്ട്. ഞാൻ പറയട്ടെ, ഞാൻ BJP-ക്കെതിരായ ഒരു വിമർശനം ഉന്നയിച്ചപ്പോ നമ്മുടെ കോൺഗ്രസ് വേദന നിങ്ങൾക്ക് മനസ്സിലായി. ഇത് തന്നെയാണ് പ്രശ്നം. അതെ, നിങ്ങളുടെ ഏതെങ്കിലും ഒരു നേതാവ് BJP-യുടെ ഏതെങ്കിലും സംസ്ഥാന ദേശീയ നേതാവിനെതിരെ മത്സരിക്കാറില്ലേ? രാഹുൽ ഗാന്ധി BJP-ക്കെതിരായിട്ട് മത്സരിക്കുന്നുണ്ട് വയനാട്ടിൽ. രാഹുൽ ഗാന്ധി വയനാട്ടിൽ വന്ന് BJP-ക്കെതിരെ മത്സരിക്കുകയാണ്. വയനാട്ടിൽ നിങ്ങളെ സ്ഥാനാർത്ഥി വിഡ്രോ ചെയ്തത് ഇത് കേട്ടതൊന്നും അരുണിന്റെ നേതാവ് ആനിരാജയാണ് അവിടുത്തെ BJP നേതാവ്. അതെ, തിരുവനന്തപുരം കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ഇലക്ട്രൽ ബോണ്ടിൽ BJP-യുടെ സഹപിരിവുകാരാണ് കോൺഗ്രസ് രാജ്യത്ത്. ഞാൻ മറുപടി പറയട്ടെ. കോൺഗ്രസ് എത്ര കിട്ടിയത്? എത്ര കോൺഗ്രസിന് കിട്ടിയത്? ഇലക്ട്രൽ ബോണ്ടിൽ കോൺഗ്രസിന് കിട്ടിയത് എത്ര? ഞങ്ങൾക്ക് സംസാരിക്കാം. സാന്റിയാഗോ മാർട്ടിൻ തന്ന എത്ര? തിരുവനന്തപുരം കഴിഞ്ഞാൽ അപ്പുറത്ത് തമിഴ്നാട് ബോർഡർ ആയി കഴിഞ്ഞാലേ രാഹുൽ ഗാന്ധിയുടെ പടം വെക്കേണ്ട ആളുകളാ ഇവരൊക്കെ. രാഹുൽ ഗാന്ധി നിങ്ങളും നമ്മളും സ്റ്റാലിന്റെ പടം വെച്ച് ഒരുമിച്ച് വോട്ട് പിടിക്കും. നിങ്ങളും ദുർബലരാണ്, ഞങ്ങളും ദുർബലരാണ്. തമിഴ്നാട്ടിൽ നിങ്ങളും ഇല്ല, ഞങ്ങളും ഇല്ല. ഈ രാജ്യത്തിന്റെ ഐക്യത്തിന് വേണ്ടി ഭാരത് ജോഡോ ന്യായ് യാത്രയുമായി പോയ രാഹുൽ ഗാന്ധിയുടെ അവസാനത്തെ സമ്മേളനത്തിൽ പോലും പങ്കെടുക്കാൻ തയ്യാറാകാത്ത പാർട്ടിയാ CPM. ഞങ്ങളുടെ മുന്നണിയാണ്. ശശി തരൂരിന് വിശ്വാസമില്ല. ശശി തരൂരിന് പോലും വിശ്വാസമില്ല രാഹുൽ ഗാന്ധിയെ. പിന്നെ ഞങ്ങൾ എന്തിനു പങ്കെടുക്കണം? ശശി തരൂർ പറയുന്നത് ഏറ്റവും ശക്തനായ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി മോദിയാണെന്നാണ്. ശശി തരൂരിന് വിശ്വാസമില്ലാത്ത രാഹുൽ ഗാന്ധിയുടെ യോഗത്തിൽ ഞങ്ങൾ എന്തിനു പങ്കെടുക്കണം? അദ്ദേഹം പറഞ്ഞ വിശ്വാസത്തിന്റെ അല്ല, അദ്ദേഹം കോട്ട് ചെയ്തത് തരൂര് പറഞ്ഞതിനെയല്ലേ? തരൂരിനെയാണ്. വർക്കിംഗ് കമ്മിറ്റി മെമ്പറാ, കോൺഗ്രസിന്റെ വർക്കിംഗ് കമ്മിറ്റി മെമ്പറാ. BJP-ക്ക് അക്കൗണ്ട് തുറക്കാനാകാത്ത സാഹചര്യത്തിൽ നിന്ന് എന്ത് മാറ്റം നിങ്ങൾക്ക് ഈ തെരഞ്ഞെടുപ്പിൽ പ്രതീക്ഷിക്കാം? തിരുവനന്തപുരത്തടക്കം ശശി തരൂരിന്റെ അദ്ദേഹത്തിന്റെ അവസരം അത് കഴിഞ്ഞു. 3 പേരിലേക്കും വരികയാണ്. ലാസ്റ്റ് ചാൻസ്. വേഗം. ഞങ്ങൾ മോദി ഗ്യാരണ്ടി തന്നെയാണ് മുന്നോട്ട് വെക്കുന്നത്. ഇവിടെ ഗരീബ് കല്യാൺ യോജന വഴി പ്രതിമാസം റേഷൻ കൊടുത്തതും, അതോടൊപ്പം തന്നെ കിസാൻ സമ്മാൻ നിധി വഴി 6000 രൂപ കൊടുത്തതും, അതോടൊപ്പം ഉജ്ജ്വൽ യോജന വഴി 10 കോടി രൂപ കൊടുത്തതും, സൗജന്യ വാക്സിൻ കൊടുത്തും അടക്കമുള്ള വിഷയങ്ങൾ ജനങ്ങളുടെ ഇറങ്ങി ചെന്നുകൊണ്ട് ജനങ്ങളെ അത് പറഞ്ഞു മനസ്സിലാക്കി ഈ 2024 നരേന്ദ്രമോദി വീണ്ടും അധികാരത്തിലെത്തുമ്പോൾ തിരുവനന്തപുരത്തെ പ്രതിനിധീകരിച്ച ഒരു മന്ത്രി വേണം, ഒരു MP വേണം. തിരുവനന്തപുരത്ത് സാധ്യമാകും. തിരുവനന്തപുരത്തിന്റെ BJP വിരുദ്ധ വോട്ടുകൾ തരൂരിനോ അതോ പന്നിനോ? വളരെ കൃത്യമായി പറയാം. കേരളത്തിലെ തൊഴിലില്ലായ്മ നേരിടുന്ന ചെറുപ്പക്കാർ തിരുവനന്തപുരം കോർപ്പറേഷൻ ഉൾപ്പെടെ 5000-ലധികം പിൻവാതിൽ നിയമനം നടത്തിയ ആ CPM-നെതിരെ ആയിരിക്കും ചെറുപ്പക്കാരുടെ വോട്ട്. BJP-യുടെ പാളയത്തിലേക്ക് ഇന്ന് പോണോ നാളെ പോണോ എന്ന് അവസരം നോക്കിയിരിക്കുന്ന ആളുകൾക്ക് ഏതായാലും BJP വിരുദ്ധ വോട്ട് കിട്ടൂലല്ലോ. BJP പാളയത്തിലേക്ക് പോകാത്ത, BJP-യുടെ വിലപേശലിന് മുമ്പിൽ മുട്ടുമടക്കാത്ത ഉറച്ച BJP വിരുദ്ധ നിലപാടുള്ള ഇടതുപക്ഷത്തിന് മാത്രമേ ഈ തെരഞ്ഞെടുപ്പിൽ BJP വിരുദ്ധ വോട്ടുകൾ കിട്ടൂ. അത് തർക്കമൊന്നും വേണ്ട. ഈ രാഷ്ട്രീയ ആവേശമാണ് തിരുവനന്തപുരത്തിന്റെ ത്രികോണ മത്സരത്തിന്റെ ഒരു രാഷ്ട്രീയ കാഴ്ച. ആ കാഴ്ചയിൽ നിന്നുകൊണ്ട് പടക്കളം അവസാനിപ്പിക്കുന്നു. നമസ്കാരം.